വെൽക്കം ബാക്ക് ടു വീനാസ് ലേണിംഗ് ക്ലാസ്. നമ്മൾ 5ാം ക്ലാസ്സിലെ മാത്സിൻ്റെ ഏറ്റവും ലാസ്റ്റിലത്തെ ചാപ്റ്ററാണ് ഞങ്ങളെ, അതായത് നമ്മുടെ 5ാം ക്ലാസ്സിൻ്റെ മാത്സ് ഫുള്ള് നമ്മൾ തീർത്ത് കേട്ടോ. എല്ലാ പാഠത്തിൻ്റെയും ലിങ്ക് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. ഏതെങ്കിലും ചാപ്റ്ററിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അത് കയറി കാണണം കേട്ടോ. പിന്നെ ഏതെങ്കിലും കണക്കിൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. സമയമുള്ളപ്പോഴൊക്കെ ഞാൻ ഓരോന്നും ഇടുന്നുണ്ട് കേട്ടോ. പേജ് നമ്പറൊക്കെ ഉൾപ്പെടെ ഇടുന്നുണ്ട്. നിങ്ങൾ ആ ചാനൽ കയറി നോക്കുന്നുണ്ടോ നിങ്ങളെ. അപ്പം നമുക്ക് ലാസ്റ്റ് പാഠമെന്ന് വെച്ചാൽ 12ാമത്തെ ചാപ്റ്ററാണ് പട്ടികകളും ചിത്രങ്ങളും, ടേബിൾസ് ആൻഡ് ഗ്രാഫ്. ഇപ്പോൾ ഏത് ടെസ്റ്റാണോ എനിക്ക് കിട്ടുന്നത് അത് വെച്ചാണ് ഞാൻ, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷിൻ്റെ ടെസ്റ്റ് അത് മലയാളത്തിലാണ് പറയും, ഇംഗ്ലീഷിലും പറയും കേട്ടോ. അതുകൊണ്ട് മലയാളം ടെസ്റ്റാണെന്ന് വിചാരിച്ച് നിങ്ങൾ പേടിക്കണ്ടാവും നിങ്ങളെ. ഞാൻ ഇംഗ്ലീഷും മലയാളത്തിലോ പറയുന്നത്. നോക്കണേ, പട്ടികകളും ചിത്രങ്ങളും ടേബിൾസ് ആൻഡ് ഗ്രാഫ്സ് കേട്ടോ. ഇവിടെ നോക്കിക്കേ, പട്ടികകൾ എന്ന് വെച്ചാൽ ടേബിൾ അല്ലേ. 5ാം ക്ലാസ്സിലെ കുട്ടികളിൽ കണക്ക് പരീക്ഷയിൽ പല ഗ്രേഡ് കിട്ടിയവരുടെ എണ്ണമാണ് ഈ പറയുന്നത് കേട്ടോ. ദ ടേബിൾസ് ബിലോ ഷോ ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ക്ലാസ് 5 ഗ്രൂപ്പ്ഡ് അക്കോർഡിംഗ് ടു ദെയർ ഗ്രേഡ് ഇൻ ദ മാത്സ് എക്സാം. 5ാം ക്ലാസ്സിലെ കുട്ടികൾ കണക്ക് പരീക്ഷയിൽ പല ഗ്രേഡ്, നിങ്ങൾക്ക് ഇപ്പോൾ ഗ്രേഡ് അല്ലേ, പണ്ടൊക്കെ മാർഗമായിരുന്നു, ഇപ്പോൾ ഗ്രേഡാണ് അല്ലേ. അപ്പോൾ ഓരോരുത്തരുടെയും ഗ്രേഡ് താണ്ട ബോക്സിൽ തന്നിട്ടുണ്ട്. ഏതൊക്കെയാവും നിങ്ങളെ? എ ഗ്രേഡ് കിട്ടിയത് 9 പേരാണ്. എ ഗ്രേഡ് കിട്ടിയവർ 9 പേര്, ബി ഗ്രേഡ് കിട്ടിയവർ 10 പേര്, സി ഗ്രേഡ് കിട്ടിയത് 9 പേര്, ഡി ഗ്രേഡ് കിട്ടിയത് 6 പേര്, ഇ ഗ്രേഡ് കിട്ടിയത് 1 അപ്പം മൊത്തം കുട്ടികളുടെ എണ്ണം 35 കേട്ടോ. ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ ആണോ? ഇനി ഈ 35 കുട്ടികളിൽ ഓരോരുത്തരുടെയും ഗ്രേഡ് വെവ്വേറെ എഴുതിയ വലിയൊരു പട്ടിക ചുരുക്കി എഴുതിയതാണ്. എന്ന് വെച്ചാൽ 9 പേരുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെയും പേരെഴുതി അല്ലയോ, അങ്ങനെ ഒരു വലിയ പട്ടികയായിട്ട് ഒരുപാട് തയ്യാറാക്കിയതിന് ശേഷമാണ് നമുക്ക് ഇങ്ങനെ ഒരു ബോക്സ് തയ്യാറാക്കാൻ പറ്റുന്നത് അല്ലേ. ഓരോരുത്തരുടെയും പേരെഴുതണം, അവരുടെ മാർക്ക് എല്ലാം കൂടെ കളക്ട് ചെയ്യണം. ആ മാർക്കിനൊക്കെ 100ൽ എത്രയാണെങ്കിലും ഓരോന്നിൻ്റെയും പെർസെൻറ്റേജ് വെച്ചൊക്കെ എഴുതിയൊക്കെയാണ് നിങ്ങൾ ഇങ്ങനെ കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പം ഇവിടെ 35 കുട്ടികളിൽ ഓരോരുത്തരുടെയും ഗ്രേഡ് വേറെ എഴുതിയ വലിയ പട്ടിക ചുരുക്കി എഴുതിയതാണ്. ഈ വലിയ പട്ടികയിൽ നിന്ന് കിട്ടുന്ന എല്ലാ വിവരങ്ങളും ഇതിൽ നിന്നും കിട്ടില്ല. പറ്റുമോ? ഇതിലിപ്പോൾ ആർക്കൊക്കെയാണ് മാർക്ക് കിട്ടിയത്? 9 എ ഗ്രേഡ് കിട്ടിയത് 9 പേരുണ്ടെന്ന് പറഞ്ഞു. അതാരൊക്കെയാണെന്നോ ഒന്നുമില്ല അല്ലേ. ഇനി എങ്കിലും ക്ലാസ്സിനെ സംബന്ധിക്കുന്ന പൊതുവായ ചില കാര്യങ്ങൾ ഇതിൽ നിന്നും വായിച്ചെടുക്കാം. ആ ക്ലാസ്സിൻ്റെ ഒരു നിലവാരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. എന്ന് വെച്ചാൽ എ ഗ്രേഡ് കിട്ടിയ 9 പിള്ളേർക്ക് അവിടെ എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. ബി കിട്ടിയത് 10 പേരാണ്, സി 9, ഡി 6, ഈ ഗ്രേഡ് കിട്ടിയ ഒരു കുട്ടിയുണ്ടെന്നാണ് പറയുന്നത് ആണല്ലോ. അവരപ്പോൾ അങ്ങനെ ചോദിക്കുമെങ്കിൽ നമ്മളോട് ചോദിക്കും, അവർ തന്നെ ചോദിക്കുന്നത് നോക്കിക്കേ, ഏറ്റവും കൂടുതൽ കുട്ടികൾ കിട്ടിയ ബി ഗ്രേഡാണ് അവർ പറയുന്നുണ്ട് അല്ലേ. ഏറ്റവും കൂടുതൽ കിട്ടിയത് ആർക്കാവും നിങ്ങളെ? ബി ഗ്രേഡ് ഇല്ലേ. ബി ഗ്രേഡിനാണ് ഏറ്റവും കിട്ടിയത്. വി ക്യാൻ സി ദ ബി ഈസ് ദ ഗ്രേഡ് ദ മോസ്റ്റ് സ്റ്റുഡൻസ് ഗോട്ട് അല്ലേ. ഏറ്റവും ചോദ്യം നോക്കണേ നിങ്ങളെ, ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് കിട്ടിയത് ബി ഗ്രേഡ് ആണെന്നല്ലേ. ഇംഗ്ലീഷിൽ അങ്ങനെ പറഞ്ഞത് വി ക്യാൻ സി, നമുക്ക് കാണാൻ പറ്റും. ബി ഈസ് ദ ഗ്രേഡ് ഒരു മോസ്റ്റ് സ്റ്റുഡൻസ് ഗോട്ട്. അതുപോലെ തന്നെ ഏറ്റവും കുറച്ച് കുട്ടികൾക്ക് കിട്ടിയത്, ഏറ്റവും കുറവ് കിട്ടിയത് ആർക്കാ ഇവിടെ? ഏറ്റവും കുറവ് ഇ അല്ലേ. ഇ ഗ്രേഡ് കിട്ടിയത് ഒരാൾക്കാണ്. ഏറ്റവും കൂടുതൽ ബി അല്ലേ. ബി ഗ്രേഡ് കിട്ടിയത് 10 കുട്ടികളുണ്ട്. എന്നാൽ ഏറ്റവും കുറവ് ഇ ഗ്രേഡ് കിട്ടിയത് ഒരാളുമുണ്ടെന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാവുന്ന കേട്ടോ. അതാണ് ഫസ്റ്റ് പേജിൽ കൊടുത്തിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഇത് ഞാൻ ചെയ്ത് തരണ്ട, എല്ലാം ചെയ്തിട്ടുണ്ട്. അടുത്ത ഇപ്പുറത്തെ പേജ് നോക്കൂ നിങ്ങളെ. എ ബി ഗ്രേഡ് കിട്ടിയവരുടെ ആകെ എണ്ണം സി ഡി ഇ ഗ്രേഡ് കിട്ടിയവരുടെ ആകെ എണ്ണത്തേക്കാൾ കൂടുതലാണ്. ശരിയല്ലേ? എ ബി ഗ്രേഡ് കിട്ടിയവരുടെ ആകെ എണ്ണം, എ ബി കിട്ടിയത് എത്ര കുഞ്ഞുങ്ങളെ? 10ഉം 9ഉം അവരാണ് കൂടുതൽ അല്ലേ. അപ്പോൾ ബാക്കിയുള്ള 3, അതായത് സിയും ഡിയും ഇനെ അപേക്ഷിച്ച് അവരെന്താ കൂടുതലാണ്. എന്നാൽ നമുക്ക് പറഞ്ഞുവിടാം കുഞ്ഞുങ്ങളെ, സിയും സി ഗ്രേഡ് കിട്ടിയത് 9 പേരുണ്ട് അല്ലേ. അപ്പം അങ്ങനെ നമുക്ക് പറയാം കുഞ്ഞുങ്ങളെ, എ ബി സി, എയും ബിയും സിയും കിട്ടിയവരെക്കാൾ കുറവാണ് ഡിയും ഇയും കിട്ടിയവർ.
അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, ഡി ഇ കിട്ടിയവരെക്കാൾ കൂടുതലാണ് എ ബി സി കിട്ടിയതെന്നും പറയാം അല്ലേ. എങ്ങനെ വേണമെങ്കിലും നമുക്കതിനെ പറഞ്ഞുകൂടായോ, അത്രയേ ഉള്ളൂ. ഇനി എ ബി സി ഗ്രേഡ് കിട്ടിയവരുടെ ആകെ എണ്ണം ഡി ഇ ഗ്രേഡ് കിട്ടിയവരുടെ ആകെ എണ്ണത്തിന് 4 മടങ്ങാണെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. അതിനകത്തിൽ ഇനി നമ്മൾ ഇതിപ്പോൾ എത്ര കിട്ടി, എത്ര കൂടുതൽ കുറവ് എന്നൊക്കെ മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ കുഞ്ഞുങ്ങളെ. അത് നമുക്ക് നോർമലി മനസ്സിലാവാവുന്ന കാര്യമുള്ളൂ കേട്ടോ. കാരണം എയും ബിയും സിക്കും കിട്ടിയതിനേക്കാൾ കുറവാണ് ഡിയും ഇയും കിട്ടിയവർക്ക് എന്നൊക്കെ നമുക്കൊന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇല്ലേ. അങ്ങനെയാണെങ്കിലേ നോക്കിക്കേ, മറ്റെന്തെല്ലാം കാര്യങ്ങൾ ഈ പട്ടികയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നോക്കിയേ, 6ാം ക്ലാസ്സിലെയും 7ാം ക്ലാസ്സിലെയും കുട്ടികൾ പല ഗ്രേഡ് കിട്ടിയവരുടെ എണ്ണം ഇങ്ങനെയാണ്. നോക്കുഞ്ഞോ, നമ്മളിപ്പോൾ 5ൻ്റെ കാര്യമായിരുന്നു പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ 6ാം ക്ലാസ്സുകാരുടെ ഏതാണ്ട് നോക്കിയേ, 7ാം ക്ലാസ്സുകാരുടെ നോക്കിയേ, കാണാൻ പറ്റുന്നുണ്ടോ? എ ഗ്രേഡ് കിട്ടിയത് 10 പേര്, ബി ഗ്രേഡ് കിട്ടിയവർ 12 പേര്. നോക്കണേ, എല്ലാം ബി ഗ്രേഡിനകത്ത് കൂടുതൽ അല്ലേ. സി ഗ്രേഡ് കിട്ടിയത് 8, ഡി ഗ്രേഡ് കിട്ടിയവർ 2 പേര്, ബി ഗ്രേഡ് കിട്ടിയത് 2 പേര്, ടോട്ടൽ 34 കേട്ടോ. അതുപോലെ തന്നെ 7ാം ക്ലാസ്സിനും എ ഗ്രേഡ് കിട്ടിയ 12, 7ാം ക്ലാസ്സിലെ പിള്ളേരെല്ലാം പഠിക്കുന്ന കുട്ടികളാണ് അല്ലേ. എ ഗ്രേഡ് കിട്ടിയത് 12 കുട്ടികൾ, ബി 9, സി 7, ഡി 4, ഇ ഗ്രേഡ് 1, അവിടെയും ആകെ 33. അതായത് നമുക്ക് 5, 6, 7ാം ക്ലാസ്സിലെ കുട്ടികളുടെ ഗ്രേഡ് അല്ലേ, ഗ്രേഡ് എത്രയൊക്കെയാണെന്നാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. അത് നമ്മുടെ പുസ്തകത്തിൽ തന്നിട്ടുമുണ്ട്. എന്നാൽ 3 പട്ടികകളും ചേർത്ത് നമുക്ക് ഒറ്റ പട്ടികയാക്കി എഴുതാനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 5ാം ക്ലാസ്സിലെ നമ്മുടെ ടെസ്റ്റിൽ നിങ്ങളുടെ നോക്കിയാൽ അറിയാം. നമുക്ക് തന്നിട്ടുണ്ട് കുഞ്ഞുങ്ങളെ എത്രയൊക്കെയാ, 9, 10 അല്ലേ. ഇപ്പുറത്ത് തന്നിട്ടുണ്ട് എത്ര, 9, 10, 9, 6, 1, 9, 6, 1 നമുക്ക് തന്നിട്ടുണ്ട്. ഇനി 6ാം ക്ലാസ്സിലെ ഇവിടെ തന്നെ തന്നിട്ടുണ്ട് എത്രയൊക്കെയാണ് കുഞ്ഞുങ്ങളെ, 10, പിന്നെ 12, 8, പിന്നെ 8, 2 അല്ലേ, പിന്നെ വീണ്ടും 2 കണ്ടോ, വീണ്ടും 2. പിന്നെ 7ാം ക്ലാസ്സിലെ നമുക്ക് തന്നിട്ടുണ്ട് എത്രയൊക്കെയാ, 12, പിന്നെ 9, 7, 4, 1 കണ്ടോ, 4, 1. കാരണം ഓൾറെഡി നമ്മുടെ ഇതിൽ തന്നെ കിടപ്പുണ്ടല്ലോ, അതൊന്ന് പറക്കി എഴുതിയാൽ മതി കേട്ടോ. ഇനി ഇതിലെ ഒഴിഞ്ഞ കളങ്ങൾ സംഖ്യകൾ പൂർത്തീകരിക്കൂ എന്നാണ് നമ്മളോട് ചോദിച്ചത്. പൂർത്തിയാക്കിയ പട്ടികയിൽ എന്തെല്ലാം വിവരങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും കുഞ്ഞുങ്ങളെ. ഇവിടെ നോക്കിക്കേ, ഇവിടെ 5ാം ക്ലാസ്സിൽ നമുക്ക് ഒറ്റയടിക്ക് നമ്മളോടിപ്പം സ്കൂളിൻ്റെയൊക്കെ മെയിൻ ആൾക്കാർ വരുമ്പോൾ കുട്ടികളുടെ ഗ്രേഡ് നിരക്കൊക്കെ തിരക്കുമ്പോൾ നടിതാ കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് എ ഗ്രേഡ് കിട്ടിയ 5ാം ക്ലാസ്സിൽ 9 പേരുണ്ട്, എ ഗ്രേഡ് കിട്ടിയത് 6ാം ക്ലാസ്സിൽ 10 കുട്ടികളുണ്ട്, എ ഗ്രേഡ് കിട്ടിയത് 7ാം ക്ലാസ്സിൽ 12 കുട്ടികളുണ്ട് കേട്ടോ. അപ്പോൾ നല്ലപോലെ പഠിക്കുന്ന 7ാം ക്ലാസ്സുകാരല്ലേ നിങ്ങളിവിടെ. അങ്ങനെയൊക്കെ എന്തൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റും എന്നത് പുതിയ വിവരങ്ങൾ കണ്ടുപിടിച്ചെഴുതാനാണ്. പക്ഷെ നോക്കി, ഇ ഗ്രേഡ് കിട്ടിയത് ഏറ്റവും കുറവ് ഒരാൾ 5ാം ക്ലാസ്സിലും ഒരാൾക്കുണ്ട്, 7ാം ക്ലാസ്സിലും ഒരാളുണ്ട് കേട്ടോ. മനസ്സിലാവും. ഇങ്ങനെയൊക്കെ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം. അതുപോലെ ഡി ഗ്രേഡ് കിട്ടിയ കുട്ടികൾ ഏതൊക്കെയാണ്, സി ഗ്രേഡ് കിട്ടിയത് കണ്ടോ. ഇതൊക്കെ നമുക്ക് കണ്ട് എഴുതാം എന്ന് റഫായിട്ട് ചോദിച്ചെന്നേ ഉള്ളൂ. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഇതൊന്ന് ഫില്ല് ചെയ്യാൻ മാത്രമേ നമ്മളോട് ടെസ്റ്റിൽ പറയുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ നോക്കാം, എക്സർസൈസ് ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിയേ, 2011 കണക്കെടുപ്പ് അനുസരിച്ച് കേരളത്തിലെ വിവിധ ജില്ലകളിലെ ജനസംഖ്യയാണ് പറയുന്നത്. നിങ്ങളിതിൻ്റെ പ്രത്യേകത ഉണ്ടായിരുന്നോ കുഞ്ഞുങ്ങളെ? ഇവിടുന്ന് തല തിരിച്ചതാണ്ട് ലാസ്റ്റ് ടു ഫസ്റ്റ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. കണ്ടായിരുന്നോ? തിരുവനന്തപുരം, കൊല്ലം, ഒന്നാമത്തെയാണ് തിരുവനന്തപുരം അല്ലേ, 2 കൊല്ലം, 3 പത്തനംതിട്ട അല്ലേ. അങ്ങനെയാണ് നമ്മുടെ ജില്ല അല്ലേ, അതറിയാമായിരുന്നോ? ഓക്കെ, അതുപോട്ടെ. അപ്പോൾ ഇവിടെ നമ്മൾ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയിൽ നിന്നും ഏറ്റവും കൂടിയ ജനസംഖ്യ എന്ന ക്രമത്തിൽ ഈ പട്ടിക മാറ്റി എഴുതുക എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അത്രയേ ഉള്ളൂ നമ്മളോട് ചോദിച്ചത്. എന്താ നിങ്ങളെ, ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഏതാണെന്ന് എഴുതാൻ. അതായത് അതറിയണമെങ്കിൽ ഇങ്ങനെ നോക്കൂ കുഞ്ഞുങ്ങളെ, ഇതാണ് നമ്മുടെ ചോദ്യം. ദ പോപ്പുലേഷൻ ഓഫ് വേരിയസ് ഡിസ്ട്രിക്ട്സ് ഓഫ് ഔട്ട്സൈഡ് അവർ സ്റ്റേറ്റ് അക്കോർഡിംഗ് ടു ദ 2011 സെൻസസ്. ഇവിടെ ജില്ലകളുടെ എല്ലാം പേര്, 14 ജില്ലകളുടെയും പേര് കൊടുത്തിട്ടുണ്ട്. അവരുടെ എല്ലാം കണ്ടോ, അവരുടെ എല്ലാ സെൻസസ് അനുസരിച്ച് അവരുടെ പോപ്പുലേഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് എഴുതാൻ നമ്മളോട് പറഞ്ഞത് അസെൻഡിങ് ഓർഡർ എന്നാവും. നിങ്ങളെ എന്താണ് ഈ അസെൻഡിങ് ഓർഡർ എന്ന് അറിയാമല്ലോ? ഏറ്റവും ചെറുതിൽ നിന്നും വലുതിലോട്ട് എഴുതുന്നതിനെയാണ് അസെൻഡിങ് ഓർഡർ എന്നാണ് ഇംഗ്ലീഷ് മീഡിയക്കാരൊന്ന് അറിഞ്ഞു വെച്ചേക്കണേ. ചെറുതിൽ നിന്നും വലുതിലോട്ട് എഴുതുന്നതിനെ
തന്നെയാണ് അസെൻഡിങ് ഓർഡർ. അറിയാൻ വയ്യാത്തവർ എഴുതിക്കൊണ്ടേ, നിങ്ങൾ ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അടുത്ത് ചോദിച്ചാൽ എന്താ അസെൻഡിങ് ഓർഡർ എന്നാണ്. അപ്പം ചെറുത് വേണം ആദ്യം. ഈ തന്നിരിക്കുന്ന പോപ്പുലേഷൻ അല്ലെങ്കിൽ ജനസംഖ്യയിൽ ഏറ്റവും ചെറുത് ഏതാന്ന് വെച്ചാൽ ഫസ്റ്റ് അത് എഴുതണം. പിന്നെ അതിലും വലുത്, അതിലും വലുത്, അതിലും വലുത്, അങ്ങനെ എഴുതണമെന്നാണ് അസെൻഡിങ് ഓർഡർ. അപ്പം ഡിസെൻഡിങ് ഓർഡർ ആണിനി നമ്മളോട് ചോദിക്കുന്നെങ്കിലോ, ഡിസെൻഡിങ് എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ, വലുതിൽ നിന്നും ചെറുതിലോട്ട് എഴുതുന്നതാണ് കേട്ടോ. വലുതിൽ നിന്നും ചെറുതിലോട്ട്, ഇതിനകത്തിലേക്ക് ഏറ്റവും വലുത് ഏതാന്ന് വെച്ചാൽ ഫസ്റ്റ് അത് എഴുതുക. അതിൽ ചെറുത്, അതിൽ ചെറുത്, അതിൽ ചെറുത്, അങ്ങനെ ഏറ്റവും ചെറുത് വരെ എഴുതുന്നതിനെയാണ് ഡിസെൻഡിങ് ഓർഡർ എന്ന് പറയുന്നത്. നമ്മളോട് പറഞ്ഞ അസെൻഡിങ് ആണ്. അപ്പം ചെറുതിൽ നിന്നും വലുതിലോട്ട് കേട്ടോ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ചെറുതിൽ നിന്നും വലുതിലോട്ട്. ഇനി പറഞ്ഞിരിക്കേണ്ടത് എന്താണെന്ന് കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കൊരു നമ്പർ തരികയാണെങ്കിലേ ഞാൻ നോക്കണേ കുഞ്ഞുങ്ങളെ, ഇത് ക്ലൂ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. നമ്മളോടൊരു നമ്പർ പറയുകയാണെങ്കിൽ, ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം, നോക്കണേ. 4 7 3 2 8 6 5 ഇങ്ങനെ ഒരു സംഖ്യ തരിക. ഇത് എങ്ങനെയാണ് നമ്മളെ വായിക്കുന്നതെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് വായിക്കാൻ അറിയത്തില്ലെങ്കിലേ, എന്നാണ്ടേ ഇവിടെ ഫസ്റ്റ് 3 ഉണ്ടല്ലോ, ഈ 3 ഒരു മാറ്റവും ഇല്ല. പിന്നെ 2 ഇവിടെ ഞാനൊരു വേണമെങ്കിൽ ഒരു 5 കൂടെ കൊടുത്തു. 2 എന്നും പറഞ്ഞ് ഇങ്ങോട്ട് പോകുന്നത്, ആ ക്ലൂ നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം. വല്ലോ മനസ്സിലായോ? അതായത് ഇത് ഇന്ത്യൻ സിസ്റ്റത്തിലാണ് നമ്മൾ പറഞ്ഞത്. ഇതൊക്കെ എന്തുവാന്ന് പേടിക്കേണ്ട. ഇന്ത്യൻ സിസ്റ്റവും ഇൻ്റർനാഷണൽ സിസ്റ്റവും ഉണ്ട് കേട്ടോ. ഇന്ത്യൻ സിസ്റ്റവും ഇൻ്റർനാഷണൽ സിസ്റ്റവും ഇതൊന്ന് കേട്ട് പേടിക്കേണ്ട നിങ്ങളെ. അതായത് നമ്മൾ സാധാരണ നമ്മളൊക്കെ ഉപയോഗിക്കുന്നത് ഇന്ത്യൻ സിസ്റ്റത്തിലാണ്. നോക്കിയേ, 1s 10s 100 1000 10,000 ഇത് രണ്ടും 1000ൻ്റെ വീട്ടിലെ അല്ലേ. 1s 10s 100 അതിനിപ്പോൾ ഒരു മാറ്റമില്ല. ഇന്ത്യൻ ആയാലും ഇൻ്റർനാഷണൽ സിസ്റ്റം ആയാലും ഈ 3 ലാസ്റ്റിലത്തേന്, അതായത് 1s 10s 100ന് ഒരു മാറ്റവും ഇല്ല കേട്ടോ. പിന്നെ തന്ന 2 നോക്കിയേ, ഇത് 1000 10,000 1000ൻ്റെ വീട്ടിലല്ലേ ഇത്. പിന്നെ 1,00,000 10 lakh അത് ലാക്കിൻ്റെ വീട്ടിലെ അല്ലേ കുഞ്ഞുങ്ങളെ. അതൊരു ക്ലൂ ആയിട്ട് നിങ്ങളങ്ങ് പഠിക്കണം. ഇവരെല്ലാം ഒരേ വീട്ടിലെയാണ്. 1s 10s 100 ഓക്കെ, അത് ഏത് സിസ്റ്റം ആണെങ്കിലും അത് തന്നെയാണ്. പിന്നെ 1000 10,000 എന്നാണ്. അപ്പോൾ അവർ 1000ൻ്റെ വീട്ടിലാണ് 2. പിന്നെ 1,00,000 10 lakh അപ്പോൾ അവരൊരു വീട്ടിലെയാണ്. പിന്നെന്താ, ഇവിടെ ഒരു സംഖ്യ ഉള്ളതുകൊണ്ട് ലാക്ക് കഴിഞ്ഞാൽ പിന്നെ ക്രോറ് അല്ലെങ്കിൽ കോടി. ഈ ക്ലൂ നല്ലതുപോലെ പഠിച്ചു വെച്ചേക്കണം കേട്ടോ. എന്താ, 1s 10s 100 1000 10,000 1,00,000 10 lakh ക്രോറ്. ഇനി ഇൻ്റർനാഷണൽ ആണെങ്കിൽ 3 വെച്ചാൽ പഠിക്കുന്നത്. നിങ്ങൾക്കതിപ്പോൾ പഠിക്കാനില്ല. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലും കണ്ട് ഉണ്ടായിരുന്നു തോന്നുന്നല്ലേ നിങ്ങളെ, ഇന്ത്യൻ സിസ്റ്റവും ഇൻ്റർനാഷണൽ സിസ്റ്റവും. അതായത് 3 വെച്ചാൽ ഇപ്പോൾ ഇവിടെ 3, അടുത്ത ഇവിടെ 3, പിന്നെ ഇങ്ങനെ 3 വീതം എടുക്കുന്നതാണ് ഇൻ്റർനാഷണൽ. ഇത് ഇന്ത്യൻ ആയപ്പോൾ ഫസ്റ്റ് 3, പിന്നെ 2 2 2 2 എന്നും പറഞ്ഞങ്ങ് പോവുകയാണ്. മനസ്സിലായോ എന്തോ? അപ്പം ഞാൻ പറഞ്ഞ എന്തിനാണെന്നറിയോ, നമുക്ക് തന്നിരിക്കുന്ന ഇത് ഒരുപാട് സംഖ്യകൾ തന്നിട്ടുണ്ട്. ഇതിനകത്തിൽ പോപ്പുലേഷൻ ആയതുകൊണ്ട്, നമ്മുടെ ഡിസ്ട്രിക്റ്റിൻ്റെ പോപ്പുലേഷൻ ആയതുകൊണ്ട് ഒരുപാട് നമ്പർ. ഇതൊക്കെ എവിടെ എങ്ങനെ കണ്ടുപിടിക്കാനായില്ലേ? ആകെ അരമണിക്കൂർ അല്ലെ എത്ര, നമുക്കൊരു ടെസ്റ്റ് പേപ്പർ ഇടുവാണെങ്കിലോ അല്ലേ വല്ലോ നമുക്കൊരു 20 മിനിറ്റുള്ളിൽ എഴുതി താന്നും പറഞ്ഞ് ഇങ്ങനെ ഒരു ചോദ്യം തന്നു കഴിഞ്ഞാൽ എവിടെ കിടന്ന് കണ്ടുപിടിക്കാനായില്ലേ? അപ്പം ഈ ഒരു ക്ലൂ ഓർത്താൽ മതി നിങ്ങളെ. എന്താണെന്നറിയോ, തന്നിരിക്കുന്ന സംഖ്യയെ നിങ്ങൾ എന്ത് ചെയ്യുക, പറക്കി വൃത്തിയായിട്ട്. ഇപ്പം 5 6 8 3 7 പിന്നെ 9 4 7 3 2 1 5 3 38 0 6 9 2 ഇങ്ങനെയുള്ള സംഖ്യകളൊക്കെ നമുക്ക് തരികയാണെങ്കിലേ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഫസ്റ്റ് 3 2 2 3 2 അങ്ങനെ പോകും. 3 2 ഇങ്ങനെ, മനസ്സിലായോ? അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് കോമ നോക്കിയാൽ മതി. ഈ ഫസ്റ്റ് കോമയിൽ നോക്കിക്കേ, ആദ്യം ചെറുത് ഏതാ വലുത് ഏതാ നിങ്ങൾക്ക് കണ്ടുപിടിച്ചുകൂടായോ നിങ്ങളെ? ഇത്രയേ ഉള്ളൂ സംഭവം. ഇത് പറയാനാണ് ഇത്രയും പറഞ്ഞത്. എന്താ, അപ്പം ഈ തന്നിരിക്കുന്ന കോമയിൽ നോക്കിയേ, 45 47 38 ചെറുതിൽ നിന്നും വലുത് എഴുതാൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയുന്നത്. അസെൻഡിങ്ങും ഡിസെൻഡിങ്ങും പറയാൻ വേണ്ടി കേട്ടോ. അസെൻഡിങ് എന്ന് വെച്ചാൽ ചെറുതിൽ നിന്നും വലുത്. ഇതിലെ ചെറുത് ഏതാ കുഞ്ഞുങ്ങളെ? ഏതാ? 38 അല്ലേ? അപ്പം ആദ്യമേ അതല്ലേ എഴുതേണ്ടത്, ഒന്നാമത് ഫസ്റ്റ് അല്ലേ. 38 തുടങ്ങുന്നുണ്ട്, അതാണ് ചെറുത്. പിന്നോ 45 47 45, അപ്പം അതല്ലേ. പിന്നെ അതിലും വലുത് ഏതാ? 3. ഇപ്പം പിടികിട്ടിയോ? ഇത് എഴുതാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അപ്പം നമുക്കിവിടെ ഒരുപാട് ഇത്രയും പറയേണ്ട കാര്യം എന്തിനാണെന്നല്ലയോ. ഇത് കുഞ്ഞുങ്ങൾക്ക്, നമുക്ക് വലിയവർക്ക് കാണുമ്പം ഇതെല്ലാം തപ്പിയെടുക്കാമെന്നുള്ള രീതിയാണ്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം, ആ നമ്പറുകളെ അതാണ്ട് ഇവിടെ ഞാൻ കാണിക്കാം. അതാണ്ട് ഇങ്ങനെ നോക്കിയോ നിങ്ങളെ, ഫസ്റ്റ് ഏറ്റവും ചെറുത് നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, ഈ നമ്പറുകളെ ഇതുപോലെ പറക്കി താപ്പോട്ട് എളുപ്പമാക്കി എഴുതണം
കേട്ടോ. ഈ നമ്പർ ഇപ്പം അതായത് ഈ നമ്മുടെ സെൻസസുകളെ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്പർ വൃത്തിയായിട്ട് അതാ കറക്റ്റ് എന്തോ എഴുതണം. ഇപ്പം നമ്മൾ ഇപ്പം ഞാൻ കുറേ പറയാം കുഞ്ഞുങ്ങൾ. ഇപ്പം 8 4 6 9 7 5 പിന്നെ തന്നത് 3 2 6 8 4 3 പിന്നെ തന്നതിൽ അതായത് 3 6 എണ്ണം ഉണ്ട്, ഇതിലും 6 എണ്ണം ഉണ്ട്. പിന്നെ തരുന്നതിൽ 5 എണ്ണയുള്ളെങ്കിൽ ഇവിടെ കൊടുക്കുക. പിന്നെ തരുന്നതിലും 5 എണ്ണയുള്ളെങ്കിൽ ഇവിടെ കൊടുക്കുക. പിന്നെ തരുന്നതിൽ 6 എണ്ണം ഉണ്ടെങ്കിൽ ഇവിടെ കൊടുക്കുക. മനസ്സിലായോ? ഇങ്ങനെ ഇങ്ങനെ ഫസ്റ്റിൽ ആദ്യം എഴുതി നോക്കുക. മനസ്സിലായോ? അന്നേരം നമുക്ക് എന്ത് ചെയ്യാം, 3 2 3 2 3 2 3 2 ഇങ്ങനെ 3 കണ്ടോ. ഇനി നമുക്ക് നോക്കാം കേട്ടെ, ഈ നമുക്ക് ഒന്നാമത്തെ ഇതിലേക്കും കണ്ടോ ഏറ്റവും ചെറുത് നോക്കിയേ. ഇതിൽ ഏറ്റവും ചെറുത് നമുക്ക് ഒറ്റയടിക്കറിയാം, ഇതാണ് ഏറ്റവും ചെറുത്. 31 കഴിഞ്ഞാൽ പിന്നെ അടുത്ത 35, അപ്പം ഇതാണ്. പിന്നെ ഏതാ 5 കഴിഞ്ഞാൽ പിന്നെ ഏതാ കുഞ്ഞുങ്ങളെ 31 32 84, അപ്പോൾ ഏതാ ഇതാണ് 3. പിന്നെ അത് കഴിഞ്ഞിട്ട് 4, അത് കഴിഞ്ഞിട്ട് 5. അപ്പം നമുക്ക് എളുപ്പം എഴുതാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് പറഞ്ഞതാ. ചിലവർക്ക് ഇത് മനസ്സിലായിക്കാളും, ചിലവരിപ്പോഴും പുകഞ്ഞിരിക്കുമായിരിക്കും അല്ലേ. ആണോ കുഞ്ഞുങ്ങളെ? ഇതിൽ കൂടുതലൊന്നും എളുപ്പമൊന്നും നമുക്കിത് പറയാൻ പറ്റത്തില്ല. ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനൊരു എളുപ്പവഴി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഏറ്റവും കുറവ് വയനാടാണ്. എത്ര? 1 10 100 1000 10000 8,17,420. അടുത്ത ഇടുക്കിയാണ് 8. ഞാൻ പറഞ്ഞ രീതി നിങ്ങൾക്ക് മനസ്സിലാവുന്നവർക്ക് ഇത് കാണുമ്പോൾ അറിയാം. കണ്ടോ, ഫസ്റ്റ് 3 എണ്ണത്തിനാണ് ഞാൻ ആദ്യം കോമയിട്ട് വെച്ചേക്കുന്നത്. പിന്നെ 2 എണ്ണത്തിനാണ് കണ്ടോ. പിന്നെ നോക്കിക്കേ, ഇവിടെ ഒരു 8 ഉള്ളൂ. ബാക്കിയുള്ള എല്ലാം നോക്കിയേ 11 11 13 19. മനസ്സിലായോ? അപ്പം അങ്ങനെ നമുക്ക് കാണാവുന്നതാണ് പറഞ്ഞത്. അപ്പം വയനാടാ കുഞ്ഞുങ്ങളെ ഒന്നാം സ്ഥാനം. അല്ല വന്നെന്ന് വെച്ചാൽ ചെറുതിൽ നിന്നും വലുതോട്ടില്ല. അപ്പോൾ ഏറ്റവും ചെറുത് വയനാട്, അത് കഴിഞ്ഞ് ഇടുക്കിയാണ്. നിങ്ങൾ ആ നമ്പർ ടെസ്റ്റിൽ കിടപ്പുണ്ട് കേട്ടോ, ഇടുക്കി. പിന്നെ പത്തനംതിട്ടയാണ്. അത് കഴിഞ്ഞ് 4ാം സ്ഥാനം കാസർഗോഡ്, 5 കോട്ടയം, 6 ആലപ്പുഴ, 7 കണ്ണൂർ, 8 കൊല്ലം, 9 പാലക്കാട്, 10 കോഴിക്കോട്, 11 തൃശ്ശൂർ, 12 എറണാകുളം, 13 തിരുവനന്തപുരം, 14 മലപ്പുറം. മൊത്തം 14 ജില്ലയിൽ എന്നുണ്ടോ 14 മലപ്പുറം. മനസ്സിലായോ? ഇത് ഇത്രയും നമ്പറുകൾ വന്നതുകൊണ്ട് ഞാനൊരു എളുപ്പവഴി പറഞ്ഞതാണ് കുഞ്ഞുങ്ങളെ. ഇങ്ങനെ ഇട്ട് കോമായിട്ട് എഴുതാമെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം ചെയ്യാൻ പറ്റും. ചിലവർ വിചാരിക്കും ഇതെന്തിനാ ഇങ്ങനെയൊക്കെ ഇത്രയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ, ഞങ്ങൾ നമ്പർ നോക്കിയെടുത്ത് എഴുതാവുന്നൊക്കെ പലരും പല അഭിപ്രായം ഇതിനകത്ത് വരാം. അപ്പം കുഞ്ഞുങ്ങൾക്കൊക്കെ 5-ലല്ലേ ആയുള്ളൂ, നമുക്ക് ഊഹിക്കാമല്ലോ എത്രത്തോളം വരുമെന്ന്. അപ്പം അവർക്കൊരു എളുപ്പവഴി പറഞ്ഞതേ ഉള്ളൂ. തന്നിരിക്കുന്ന നമ്പർ ഇതുപോലുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് എന്ത് ചെയ്യുക, ഇതുപോലെ താപ്പോട്ട് ആ നമ്പറുകളെ വൃത്തിയായിട്ട് അങ്ങ് എഴുതിയെടുക്കുക. എഴുതിയെടുത്തതിന് ശേഷം ഫസ്റ്റ് 3 എണ്ണം, ആദ്യത്തെ 3 എണ്ണം വരയ്ക്കുക. ഇത് അമ്മമാരൊന്ന് പറഞ്ഞു കൊടുക്കണേ കുഞ്ഞുങ്ങളെ. നോക്കിയേ, ഫസ്റ്റ് 3 എണ്ണം വരയ്ക്കുക, പിന്നെ 2 എണ്ണം വരയ്ക്കുക. അപ്പം നമുക്ക് ഇപ്പുറത്ത് കിടക്കുന്നതിൻ്റെ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ കേട്ടോ. ഇച്ചിരി കൂടിപ്പോയോ എന്നുള്ള സംശയമില്ല. എന്ന് വെച്ചാൽ ഒന്ന് മനസ്സിലാവാൻ വേണ്ടി കേട്ടോ. ഇത് ചില കുട്ടികൾക്കൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ്. ഓക്കെ, നിങ്ങൾ അത്രയേ ഉള്ളൂ. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം. ഓക്കെ, ഒരു ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ആദ്യത്തെ 10 ഓവറിലെ റണ്ണ് കണക്കാക്കുന്നത് എങ്ങനെയാണല്ലോ നിങ്ങളെ? ഒരു ക്രിക്കറ്റ് അല്ലേ, ക്രിക്കറ്റൊക്കെ അറിയാമോ നിങ്ങളെ? ക്രിക്കറ്റ് കാണാത്തവരാരും കാണത്തില്ലേ അല്ലേ? അപ്പോൾ ഈ ക്രിക്കറ്റിൽ ഒരു ഓവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ബോളാവും നിങ്ങളെ? എത്ര ബോൾ എടുത്ത് നമ്മൾ കണ്ടിട്ടില്ലേ? കുഞ്ഞുങ്ങൾ അറിയാമോ എത്ര ബോൾ ഇങ്ങനെ എറിയുമ്പോഴാണ് ഒരു ഓവർ ആവുന്നതെന്നൊക്കെ നിങ്ങൾക്കറിയാമോ? 6 ബോളാണ് കേട്ടോ. 6 ബോളാണ് ഒരു ഓവർ എന്ന് പറയുന്നത്. അതൊക്കെ അറിയാമോ? ക്രിക്കറ്റൊക്കെ അറിയാമോ നിങ്ങളെ? 6 ബോളേ. നമ്മുടെ ബാറ്റ്സ്മാനെ അറിയാമോ? ബൗളറ് ബാറ്റ്സ്മാനും ഒക്കെ അറിയാമോ? എറിയുന്ന ആളിനെയും അടിക്കുന്ന ആളിനെയൊക്കെ. അപ്പം നമ്മൾ 6 ബോൾ എടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഒരു ഓവർ ആയെന്നാണെന്ന് പറയുന്നത് കേട്ടോ. നോക്കൂ നിങ്ങളെ. അപ്പോൾ ഇവിടെ ചോദിച്ചേക്കുന്നത് ഇത് ഓവറാണേ, ഫസ്റ്റ് ബോക്സിൽ ഓവറാണ്. നോക്കിക്കേ, അപ്പോൾ 6 ബോളിൽ ഫസ്റ്റ് ബോൾ തന്നെ എറിഞ്ഞപ്പോൾ നോക്കിയേ 2 റൺസ് കിട്ടി കേട്ടോ. ഫസ്റ്റ് ബോൾ എറിഞ്ഞപ്പോൾ തന്നെ 2 റൺസ് കിട്ടി. പക്ഷേ ആ ആൾക്ക് രണ്ടാമത് എറിഞ്ഞപ്പോൾ ഒന്നും കിട്ടിയില്ല, മൂന്നാമത് എറിഞ്ഞപ്പോഴും ഒന്നും കിട്ടിയില്ല, നാലാമത് എടുത്തെറിഞ്ഞപ്പോൾ 2 റൺസ് കൂടെ കിട്ടി, അഞ്ചാമതേ ഒന്നും കിട്ടിയില്ല, ആറാമതേ ഒന്നും കിട്ടിയില്ല. 6 ബോൾ എറിഞ്ഞപ്പം ഒരു ഓവർ കഴിയുകയും ചെയ്തു. അപ്പം ചോദിച്ചേക്കുന്ന ഒരു ഓവറിൽ ഫസ്റ്റ് ഓവറിൽ തന്നെ, ഫസ്റ്റ് ഓവറാണ് നിങ്ങളെ കേട്ടോ, ഫസ്റ്റ് ഓവറിൽ അയാൾക്ക് എത്ര റൺസ് കിട്ടി? മൊത്തം 4 റൺസേ അയാൾക്ക് കിട്ടിയുള്ളൂ.
മനസ്സിലായോ? അത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. ചോദ്യം അപ്പുറത്ത് കിടപ്പുണ്ട്. അതായത് ഫസ്റ്റ് ബോളിൽ അയാൾക്ക് എത്ര റൺസ് കിട്ടി? 6 ബോളാണ് ഒരു ഓവർ എന്ന് ഓർത്തോണം. ആ ഒരു ഓവറിൽ അയാൾക്ക് എത്ര റൺസ് കിട്ടി? 4 റൺസ്. രണ്ടാമത്തെ ഓവറിലും എന്താണ്? ഫസ്റ്റ് 1 കിട്ടി, പിന്നെ രണ്ടാമത്തെ ബോൾ എടുത്തെറിഞ്ഞപ്പോൾ 4 കിട്ടി, 2 കിട്ടി. മനസ്സിലായോ? അപ്പം ഇവിടെ മൊത്തം കൂടെ എത്ര കിട്ടി? 1 4 2 4 2 6 1 7 റൺസ് കിട്ടി. ഇപ്പം പിടികിട്ടിയോ? മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അയാൾക്ക് എത്ര കിട്ടി? 7 റൺസ് കിട്ടി അല്ലേ? രണ്ടാമത്തേതിൽ 7. പിന്നെ മൂന്നാമത്തെ ഓവറിൽ ഫസ്റ്റ് ബോൾ തന്നെ ഒന്നും കിട്ടിയില്ല, സെക്കൻഡിലും ഒന്നും കിട്ടിയില്ല, പിന്നെ ഒരു 4 1 1. അപ്പോൾ എത്ര കിട്ടി? എത്ര കിട്ടി കുഞ്ഞുങ്ങളെ? 4 5 6 അല്ലേ? 6 റൺസ് കിട്ടി. മനസ്സിലാവുന്നുണ്ടോ? ഇനി അടുത്തതോ? അങ്ങനെ നിങ്ങൾ ഓരോന്നും ഇങ്ങനെ കൂട്ടി ഇവിടെ എഴുതണം. ഇതെത്ര ഒരു ഓവറിൽ എത്ര കിട്ടിയെന്നാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെയോ 4 2 6 1 7, ഇവിടെയോ 4 5 5 3 8, ഇവിടെ 2 4 6, ഇവിടെ 6, ഇവിടെ 1 4 5 5 2 7 1 8, പിന്നെ 2 2 4 4 3 7, പിന്നെ 0 6 2 8 2 10 അല്ലേ? 6 4 10 2 12. അതായത് നല്ലപോലെ മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ. ഇവിടെ എന്താ സംഭവിച്ചതെന്നുണ്ടാ? ഇവിടെ നമ്മൾ ക്രിക്കറ്റിൻ്റെ ഓരോ ഓവറാണ് ഈ പറയുന്നത്. ഫസ്റ്റ് ഓവർ, സെക്കൻഡ് ഓവർ, തേർഡ് ഓവർ, മൊത്തം ഓവർ 10 ആണ്. മൊത്തം ഓവർ 10 ആണ്. ഫസ്റ്റ് ഓവറിൽ തന്നെ എത്ര റൺസ് കിട്ടിയെന്നാണ്? 4 റൺസ്. സെക്കൻഡ് ഓവറിൽ 7 റൺസ്. തേർഡ് ഓവറിൽ 6 റൺസ്. അങ്ങനെ ഇത് കൂട്ടിയിട്ട് കിട്ടുന്നതാണിത്. മനസ്സിലായോ? അപ്പം നമ്മുടെ ചോദ്യം നടേ ഞാൻ എഴുതിയെടുത്തായിരുന്നു, ഒന്ന് മനസ്സിലായി. അപ്പോൾ ആ കൂട്ടുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഫസ്റ്റ് ബോളിൽ 4, സെക്കൻഡ് ബോളിൽ 7, തേർഡ് ബോളിൽ 6, പിന്നെ ഫോർത്ത് ബോളിൽ 7, ഫിഫ്ത്ത് ബോളിൽ 8, സിക്സ്ത് ബോളിൽ 6, 7th ബോളിൽ പിന്നെ 8, 8th ബോളിൽ 7, 9th ബോളിൽ 10, 10ാമത്തെ ബോളിൽ അല്ലേ? 10ാമത്തെ ഓവറിൽ 10ാമത്തെ ബോളിൽ തന്നെ എന്താ? അല്ല, 10ാമത്തെ ഓവറിലല്ലേ? 10ാമത്തെ ഓവറിൻ്റെ എത്ര കിട്ടി നമുക്ക്? 12 റൺസും കിട്ടി. കണ്ടോ കേട്ടോ? ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നോക്കിക്കേ. ഇനി നമ്മളോട് ചോദിച്ച ചോദ്യം, ഹൗ മെനി റൺസ് വെയർ സ്കോർഡ് ഇൻ എ ഫസ്റ്റ് 10 ഓവർ? 10 ഓവറിൽ ആകെ എത്ര റൺസാണ് അവർക്ക് കിട്ടിയത്? 10 ഓവറിൽ ആകെ അവർക്ക് എത്ര റൺസാണെന്ന് അറിയണമെങ്കിൽ എന്താ? ആ കിട്ടിയ ഓവറുകളെല്ലാം കൂടി കൂട്ടി നോക്കണം കേട്ടോ. അവർക്ക് കിട്ടിയ ഓവറുകളെല്ലാം കൂടി ഇപ്പം നമുക്ക് കിട്ടിയില്ലേ? ആ കിട്ടിയതെല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ 75 വരുന്നത് കേട്ടോ. കൂട്ടി നോക്കണം നിങ്ങളെ. സമയം കൊണ്ടാണ് എത്ര? 75 അവർക്ക് കിട്ടുന്നത്. എന്ന് വെച്ചാൽ ഈ നമുക്ക് കിട്ടിയ എല്ലാം കൂടെ കേട്ടോ. 6 4 10, 7 14 24, 24 8 4 12 32, 38, ഇങ്ങനെ അങ്ങോട്ട് കൂട്ടുമ്പോൾ എത്ര? 75. അപ്പോൾ നമ്മുടെ ചോദ്യം എന്താ? 10 ഓവറിൽ ആകെ എത്ര റൺസ് കിട്ടിയെന്ന്? എത്ര? 75. അങ്ങനെയാണെങ്കിൽ ഇൻ ഹൗ മെനി ഓവർ വെയർ മോർ ദാൻ 6 റൺസ് സ്കോർ? 6 റണ്ണിൽ കൂടുതൽ കിട്ടിയ എത്ര ഓവർ ഇതിനകത്തിലുണ്ട്? 6 റൺസിൽ കൂടുതൽ കിട്ടിയത് 1 2 3 4 5 6 7 8 അല്ലേ? 6 റൺസിൽ കൂടുതലും അല്ലേ? എത്ര നിങ്ങളെ? 6 റൺസിൽ കൂടുതലല്ലേ? അപ്പോൾ 1 2 3 4 5 6 7 8 9 ഒക്കെ കിട്ടിയോ? 6 റൺസിൽ കൂടുതൽ 1 2 3 4 5 6 7 8 9 കിട്ടിയോ? ഇവിടെ നോക്കൂ നിങ്ങളെ, 6 കൂട്ടത്തിൽ കേട്ടോ. 6ൽ കൂടുതൽ കിട്ടിയത് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ നല്ലപോലെ ഒന്ന് വായിച്ചു നോക്കണേ. 6ൽ കൂടുതൽ കിട്ടിയേക്കുന്നത് എത്ര? 1 അല്ലേ? ഇവിടെ 1 2 3 4 5 6
7, മൊത്തം 7 എണ്ണം കേട്ടോ. 6 എടുക്കണ്ട, 6ൽ കൂടുതൽ കിട്ടിയത് എത്ര ഉണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ എത്ര ഉണ്ട്? 6ൽ കൂടുതൽ കിട്ടിയത് 7 എണ്ണം. ചോദ്യം നല്ലപോലെ കേൾക്കണേ കുഞ്ഞുങ്ങളെ. ഹൗ മെനി ഓവർ വെയർ മോർ ദാൻ 6 റൺസ് സ്കോർ? 7 ആണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി ഓവർ വെയർ ലെസ് ദാൻ 6 റൺ? 6ൽ കുറവുള്ള എത്ര ഉണ്ട്? 1, 2, 3 അല്ലേ? 1, ഒരു മിനിറ്റ്. 6ൽ കൂടുതൽ കിട്ടിയതെന്ന് പറയുമ്പം 6 ഇവിടെ എടുത്തിട്ടില്ല കുഞ്ഞുങ്ങൾ കേട്ടോ. 6ൽ കൂടുതലാണെങ്കിൽ ഈ 6 കൂടെ അതിൽ വരുമായിരുന്നു കേട്ടോ. 6ൽ കുറവായത് ചോദിച്ചത് എന്താ? 4 മാത്രമേ ഉള്ളൂ. 6ൽ കുറവെന്ന് പറയുന്നത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ ഇവിടെ അല്ലേ? ഇത് മാത്രമേ ഉള്ളൂ അല്ലേ? ഒരെണ്ണേ ഉള്ളൂ. പക്ഷേ 6 എന്ന് പറഞ്ഞിട്ടില്ല. 6ൽ കൂടുതലും 6ൽ കുറവും എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇവിടെ 7ഉം 1ഉം വന്നത് കേട്ടോ. മനസ്സിലായോ? നമ്മളോട് ചോദിച്ചത് മൊത്തം എത്ര റൺസ് ഉണ്ട്, അപ്പം നമുക്ക് ആ കിട്ടിയ റൺസ് മൊത്തം കൂടെ കൂട്ടി എഴുതുക. പിന്നെ ചോദിച്ചത് 6ൽ കൂടുതലുള്ള എത്ര ഉണ്ടെന്ന്. അപ്പോൾ 6 അവിടെ എടുത്തിട്ടില്ല കേട്ടോ. ചോദ്യത്തിൽ 6 എടുക്കണം എന്ന് പറയുവാണെങ്കിൽ 6ഉം 6ൽ കൂടുതലും കിട്ടിയത് എത്ര ആണെന്ന് ചോദിക്കുവാണെങ്കിൽ മാത്രം നമുക്ക് ഈ 2 എണ്ണവും കൂടി എടുത്താൽ മതി കേട്ടോ. ഇല്ല 6ൽ കൂടുതലാണെങ്കിൽ നമ്മൾ 7 മുതലാണ് എടുക്കുന്നത് അല്ലേ? 7 മുതലായപ്പോൾ നമുക്ക് 7 എണ്ണം കിട്ടി. ഇനി 6ൽ കുറവ് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ 4 മാത്രമേ ഉള്ളൂ കേട്ടോ. 4 മാത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം മാത്രമേ കിട്ടിയുള്ളൂ. ഒരെണ്ണമല്ല ഉള്ളൂ ഇവിടെ. 6ൽ കുറവ് എത്ര എണ്ണം ഉണ്ട്? ഇവിടെ ഒരെണ്ണേ ഉള്ളൂ കേട്ടോ. ആ ഒന്നാണിത്. ഓക്കെ ആണോ? അതായത് 10 ഓവറിൽ ആകെ എത്ര റൺസ് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയായിരുന്നു? 75 എന്നാണ് നിങ്ങളുടെ ആൻസർ. പിന്നെ 6 റൺസിൽ കൂടുതൽ കിട്ടിയ എത്ര ഓവർ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6ൽ കൂടുതൽ കിട്ടിയത് എത്രയായിരുന്നു? 7 എണ്ണമാണ്. 6 റൺസിൽ കുറവ് എത്ര എണ്ണം കിട്ടിയാൽ ഒരെണ്ണേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ. മറ്റെന്തൊക്കെ വിവരങ്ങൾ ചുരുക്കി എഴുതിയ പട്ടികയിൽ നിന്ന് നമുക്ക് കിട്ടുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എത്രയിൽ നിന്നും എത്ര കൂടുതലാണ് കുറവാണെന്നൊക്കെ നമുക്ക് സ്വന്തമായിട്ട് എഴുതാനുള്ള ചോദ്യമുണ്ട്. വിവര ചിത്രങ്ങളാണ് അടുത്തത്. ചിത്രങ്ങൾ, ഡേറ്റ, പിക്ചർ. എന്തെങ്കിലും വിവരങ്ങളുണ്ടെങ്കിൽ അത് പിക്ചറിലാക്കി എഴുതാൻ നോക്കുന്നില്ലേ. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ഒരു 2020 ക്രിക്കറ്റ് കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് ഓരോ ഓവറിലും നേടിയ റണ്ണാണ് ഈ കൊടുത്തിരിക്കുന്നത്. ആദ്യം ബാറ്റ് ചെയ്ത ആരാണ്? ഇംഗ്ലണ്ടാണ്. ആദ്യത്തെ ബാറ്റിംഗ് ഫസ്റ്റ് കിട്ടിയത് ഇംഗ്ലണ്ടാണ്. അപ്പോൾ അവരുടെ കളിയെക്കുറിച്ചാണ് ഫസ്റ്റ് 2020 ആദ്യത്തെ ബാർ ഗ്രാഫ് കൊടുത്തേക്കുന്നത്. കാണാൻ പറ്റുമല്ലോ, കണ്ടോ? ഫസ്റ്റ് ചിത്രത്തിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഗ്രാഫ് വരയ്ക്കുക. ഇപ്പം ഇതുവരെ പഠിച്ചത് എത്ര ഉണ്ട് എങ്ങനെ ഉണ്ടെന്നൊക്കെ കണ്ടുപിടിക്കുമായിരുന്നു നമ്മൾ ഇതുവരെയുള്ള കണക്ക്. ഈ ഗ്രാഫ് വരയ്ക്കുക എന്ന് പറയുന്നത് കറക്റ്റായിട്ട് അറിയണേ കുഞ്ഞുങ്ങളെ. കാരണം ഇതാണ്ട് ഈ താപ്പോട്ട് വരയ്ക്കുന്ന വര നമ്മൾ Y എന്നും ഈ ഇങ്ങോട്ട് വരയ്ക്കുന്ന വരെ നമ്മൾ X എന്നുമാണ് പറയുന്നത് കേട്ടോ. ഇത് X എന്ന വരയും ഇത് Y എന്ന വരയുമാണ്. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഓവറും റണ്ണുമാണ് നമ്മളോട് പറഞ്ഞത്. ഓരോ ഓവറിലും അവർക്ക് കിട്ടിയത് മുമ്പ് നമ്മൾ എഴുതിയ പോലെ ഫസ്റ്റ് ഓവറിൽ 13 റൺസ് കിട്ടി, സെക്കൻഡ് ഓവറിൽ 9 റൺസ് കിട്ടി, തേർഡ് ഓവറിൽ 8 റൺസ് കിട്ടി. അപ്പോൾ അതിനെക്കുറിച്ച് 20 ഓവർ 2020 അല്ലേ? അപ്പോൾ 20 ഓവറിൽ അവർക്ക് എത്ര റൺസ് കിട്ടി എന്നാണ് നമുക്കറിയേണ്ടത്. ഇത് ടോട്ടലി ചെയ്താൽ അവർക്ക് എത്ര കിട്ടിയെന്ന് കിട്ടും കേട്ടോ. ടോട്ടലി ചെയ്താൽ ഇനി ടോട്ടലി ചെയ്യണം. പിന്നെ ഇനി നമ്മളോട് ചോദിച്ചെന്താ? ഇതിൻ്റെ ചിത്രമായിട്ട് എഴുതാനാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 2020 അല്ലേ? അപ്പം ഫസ്റ്റ് എന്താ നിങ്ങൾ എഴുതേണ്ടത്? ഇവിടെ എത്ര ഓവറാന്നുള്ളതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓവർ എത്ര ഉണ്ട്? 20 വരെ ഉണ്ട് അല്ലേ? നമ്മൾ വേണമെങ്കിൽ ഇങ്ങോട്ടൊരു 25 വരെയൊക്കെ വേണമെങ്കിൽ സ്ഥലം ഉണ്ടെങ്കിൽ വരയ്ക്കാം. ഇവിടെ നമുക്ക് നിങ്ങളുടെ ബുക്കിനൊക്കെ പേജ് കുറവായതുകൊണ്ട് 20 ഇവിടെ വരെ മതി. ടെസ്റ്റ് ഓൾറെഡി ചെയ്തിട്ടുണ്ടല്ലോ 20. ഇനി നമുക്ക് Y ആക്സിസ് അല്ലേ? ആക്സിസ് ആണ് ഇത്. X ആക്സിസും ഇത് Y ആക്സിസും. ഇതിനകത്ത് നോക്കിയേ, ഇങ്ങോട്ട് റൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഓവറുകളും ഇത് റൺസുമാണ്. ഇത് നല്ലപോലെ പഠിക്കണം നിങ്ങൾ. എന്തായാലും ഇതിൽ ഏതെങ്കിലും ഒരു ഗ്രാഫ് നിങ്ങളുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും ഗ്രാഫ് വരയ്ക്കാൻ കേട്ടോ. മാത്സിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ഗ്രാഫ് വരയ്ക്കാനാണ്. അപ്പോൾ അല്ലെങ്കിൽ ആ ഗ്രാഫ് ഒരെണ്ണം തന്നിട്ട് നിങ്ങൾ അതിനകത്ത് നിന്ന് എഴുതിയെടുക്കാനായിരിക്കും. നോക്കിക്കേ, ഇവിടെ ഫസ്റ്റ് ഓവറിൽ 0 മുതൽ എത്ര ഇങ്ങോട്ട് നിങ്ങൾക്ക് സ്ഥലം ഉള്ളതിൻ്റെ അത്രയും 10, 25 വരെയൊക്കെ ഇങ്ങോട്ട് എഴുതാം. അവർ 21 എഴുതിയോണ്ട് നിങ്ങൾ 21 ആവണമെന്നൊന്നുമില്ല, 25 വരെ എഴുതാം. ഇവിടെ ഇങ്ങോട്ട് 25 വരെ എഴുതാം കേട്ടോ. നമ്മുടെ സ്കെയിലിൽ ഓരോ സെൻറ്റിമീറ്റർ വെച്ചിട്ട് വരയ്ക്കാമെങ്കിൽ വരയ്ക്കുന്ന പടത്തിനൊരു വൃത്തി വരും കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യാം?
ഫസ്റ്റ് ഓവറിൽ തന്നെ 11 റൺസാണ് എടുത്തത്. ഫസ്റ്റ് ഓവർ കണ്ടോ, ഇതൊരു കണ്ടോ ഫസ്റ്റ് ഓവർ. നിങ്ങൾ ആദ്യമായിട്ട് വരയ്ക്കുമ്പോഴേ എന്തൊക്കെയോ അന്ന് വിചാരിക്കും, പേടിക്കേണ്ട. ഫസ്റ്റ് ഓവറിൽ നോക്കിക്കേ നമുക്ക് 11. അപ്പോൾ ഈ ഇവിടോട്ട് വരുമ്പോൾ 11. നിങ്ങൾ ആ സ്കെയിൽ വെച്ചിട്ട് കറക്റ്റായിട്ട് വരയ്ക്കണം കേട്ടോ. ഇവിടെ വരച്ചിട്ടത് കൊണ്ടാണ് ഞാൻ വരയ്ക്കാഞ്ഞത്. നിങ്ങൾ സ്കെയിൽ എടുത്തിട്ട് എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് ഇത് നോക്കിക്കേ. ഇത് സെൻറ്റിമീറ്റർ ഒന്നുമില്ല, അവരിങ്ങനെ ഡോട്ടിട്ട് കൊടുത്തതേ ഉള്ളൂ. ഇപ്പം നിങ്ങളാണെങ്കിൽ എന്താ, ഇപ്പോൾ 0 മുതൽ പിന്നെ അടുത്ത 1, പിന്നെ 2, 3, 4, 5 അങ്ങനെ സ്കെയിലിൽ എടുത്തിട്ട് വേണം വരയ്ക്കാൻ കേട്ടോ. ഇങ്ങനെ സ്കെയിൽ വെച്ചിട്ട് എത്ര വരെയാ മേപ്പോട്ട് സ്കെയിൽ, നിങ്ങൾക്ക് സ്ഥലം ഉണ്ടല്ലോ, ഒരു 20, നമ്മുടെ സ്കെയിലിൽ 15 വരെയുള്ളൂ അല്ലേ. അപ്പോൾ ഇച്ചിരി കൂടെ നീട്ടി വെച്ചിട്ട്, അതല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു കുത്ത് കണ്ടോ നിങ്ങളെ, ഇപ്പോൾ അതാണ്ട് 14ൻ്റെ ഇടയ്ക്ക് ഒരു വലിയ, അത് ഓരോ സെൻറ്റിമീറ്റർ ആയിട്ടുണ്ട്. 1, 2, 3, 4 കണ്ടോ. അങ്ങനെ എടുത്താലും മതി, കാരണം 21 വരെ നിങ്ങളുടെ ബുക്കിൽ സ്ഥലം കിട്ടുന്നില്ല അതുണ്ടെങ്കിൽ കേട്ടോ. അങ്ങനെ എടുക്കുക. അപ്പം ഇവിടെ ചോദിച്ചേക്കുന്ന ഫസ്റ്റ് ഓവറിൽ 11 റൺസാണ്. ഫസ്റ്റ് ഓവർ ഫസ്റ്റിൽ 11, അതാണ് കേട്ടോ. 11ൽ വന്ന് നിന്ന് 11 കണ്ടോ നമ്മുടെ സ്കെയിൽ. ഇവിടെ ഏതാ റൺസാണ്. ഇനി സെക്കൻഡ് ഓവർ താഴെയാണേ കുഞ്ഞുങ്ങളെ. സെക്കൻഡ് ഓവറിൽ എത്ര നമുക്ക് കിട്ടിയ 9. ആ 9 വരെ വരയ്ക്കുക. ഇവിടെ നമ്മൾ 0 മുതൽ ഇങ്ങോട്ട് എഴുതിയിട്ടുണ്ട്. അപ്പം 9 വരെ വരയ്ക്കുക. തേർഡ് ഓവറിൽ എത്ര, 8 വരെ. 8 എന്നൊക്കെ കണ്ടോ, 8. അങ്ങനെ ഇത് ഓരോന്നും വരയ്ക്കുക. അപ്പോൾ ഈ ഗ്രാഫ് കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലാവും, ഇതിൽ ഏറ്റവും കൂടുതൽ നോക്കിക്കേ 17ാമത്തെ ഓവറിൽ കണ്ടോ 20 റൺസ് അവരെടുത്തത്. ഈ ഗ്രാഫ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഓരോ ഓവറിലും അവർക്ക് എത്ര റൺസ് കിട്ടിയെന്ന്. മനസ്സിലായോ? നമുക്ക് ഒറ്റയടിക്ക് ഇതിൽ കൂടുതൽ ഏതാ കുറവ് ഏതാന്ന് കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായോ? ഈ 17ാമത്തെ ഓവറിലാണ് ഏറ്റവും കൂടുതൽ കിട്ടിയേക്കുന്നത് കണ്ടോ, ഏറ്റവും കൂടുതൽ. എന്നാൽ 6ാമത്തെ ഓവർ നോക്കി ഏറ്റവും കുറവ് 3 റൺസേ കിട്ടിയിട്ടുള്ളൂ കണ്ടോ, 3 റൺസ്. അതുപോലെ തന്നെ 14ാമത്തെ ഓവറിലും എന്താ 3 റൺസേ കിട്ടിയിട്ടുള്ളൂ. 15ാമത്തെ ഓവറിലും 3 റൺസേ കിട്ടിയിട്ടുള്ളൂ. പിന്നെ 19ാമത്തെ ഓവറിലും 3 റൺസേ കിട്ടിയിട്ടുള്ളൂ. അപ്പം 19, 15, 14, 6 എന്നീ ഓവറുകളിൽ അവർക്ക് 3 വീതമേ കിട്ടിയിട്ടുള്ളൂ എന്ന് നമ്മൾക്ക് ഈ പടം കണ്ട് പറയരുതോ. പടം കണ്ട് നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യത്തിന് വേണം ഉത്തരം പറയാൻ. ഈ ചോദ്യം തന്നെ ആയിരിക്കത്തില്ല നിങ്ങളെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് കേട്ടോ. നമ്മൾ ചോദിക്കുന്ന ഇതിനകത്തിൽ എഴുതി വെച്ചിരുന്ന ചോദ്യമൊന്നും ആയിരിക്കത്തില്ല ചിലപ്പോൾ ചോദിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് സംഭവം എന്താണെന്ന് അറിയുക എന്നുള്ള, ഈ ഗ്രാഫ് തന്നു കഴിഞ്ഞാൽ സംഭവം എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ള കേട്ടോ. അതായത് താഴെ തന്നിരിക്കുന്ന ഓവറും സൈഡിൽ തന്നിരിക്കുന്ന റൺസുമാണ്. ഏറ്റവും കൂടിയ റൺസ് ഇവിടെ ഓവറിൽ എത്ര കിട്ടി, ഏറ്റവും കൂടുതൽ കിട്ടിയത് ഈ വര നോക്കണേ, 20 റൺസ് കിട്ടിയത് 17ാമത്തെ ഓവറിലാണ്. 17ാമത്തെ ഓവറിലാണ് ഏറ്റവും കൂടുതൽ കിട്ടിയത്. അത് കഴിഞ്ഞ് കിട്ടിയത് 11ാമത്തെ ഓവറിൽ എത്ര കിട്ടി, 18 റൺസ് കിട്ടി കണ്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൽ കുറവ് കിട്ടിയത് ഏതാ, 4ാമത്തെ ഓവറിൽ ഒരു 16 റൺസ് കിട്ടി കണ്ടോ. ഇത് ഗ്രാഫ് കണ്ടാൽ നമുക്ക് പറയരുതോ, നിങ്ങളോട് അങ്ങനെ ചോദിക്കും. നിങ്ങളോട് ചോദിക്കും ഇപ്പോൾ 4ാമത്തെ ഓവറിൽ എത്ര റൺസാണ് കിട്ടിയത്, അപ്പം നിങ്ങളൊന്ന് പറയാം എന്താ 16 റൺസാണ് കിട്ടിയത് കേട്ടോ. 11ാമത്തെ ഓവറിൽ എത്ര കിട്ടിയത്, 18 കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ 20ാമത്തെ ഓവറിൽ എത്രയാണ് അവർക്ക് കിട്ടിയത്, 20ാമത്തെ ഓവറിൽ നോക്കിക്കേ ഏത് വരയിലാന്ന് നിൽക്കുക, 8 റൺസ് കേട്ടോ. വര കറക്റ്റായിട്ട് നോക്കണ സ്കെയിൽ വെച്ചിട്ട് 8 റൺസ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതായത് താഴെ ഒന്ന് നോക്കണേ, വിലങ്ങനെയുള്ള ഒരു വരയിൽ ഒരേ അകലം ഇടവിട്ട് 1 മുതൽ 20 വരെയുള്ള സംഖ്യകൾ അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഇത് നമ്മൾ ഓവറിനെയാണ് കണക്കാക്കിയത് അല്ലേ. അതുപോലെ ഇടത്ത് നിന്നും കുത്തനെ എന്ന് വെച്ചാൽ നമ്മൾ എക്സും വൈയുമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. വൈയുടെ വാലില്ലേ കുഞ്ഞുങ്ങളെ, ഈ വൈയുടെ ഈ വാലില്ലേ താപ്പോട്ടല്ലേ, അത് ഓർത്താൽ മതി. അത് നിങ്ങൾ വൈ ആക്സിസും എക്സ് കണ്ടോ, എക്സ് എന്നുള്ളതിനെ കണ്ടോ, ഈ ക്ലൂ ഓർത്താൽ മതി. എക്സ് താപ്പോട്ടും കേട്ടോ അങ്ങോട്ട്. ഓക്കെ പോട്ടെ, അത് മനസ്സിലാവുന്നുണ്ടോ. അതൊക്കെ എൻ്റെ ഓരോ ക്ലൂകളെ പഠിപ്പിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോൾ അവർക്കപ്പോൾ പെട്ടെന്ന് എക്സും വൈയും എന്താണെന്ന് മനസ്സിലാവും. നിങ്ങൾക്ക് ഇതൊന്നും അല്ല കുഞ്ഞുങ്ങളെ, ഗ്രാഫുകൾ വേറെ രീതിയിലൊക്കെ നിങ്ങൾ 5 ആയതേ ഉള്ളത് കൊണ്ടാണ് കേട്ടോ. വേറെയൊക്കെ 9 CBSEയും 10 ഒക്കെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഗ്രാഫൊക്കെ പഠിപ്പിക്കുമ്പോൾ ചില കുഞ്ഞുങ്ങൾക്കൊന്നും ഇത് എന്തോ എക്സും വൈയും എന്തോ അതുപോലും അറിയാൻ വയ്യാത്തൊരു കാണും കേട്ടോ. അപ്പോൾ ഇങ്ങനെ വൈ എന്ന് പറയുന്നത് താപ്പോട്ട് അല്ലേ, എക്സ് എന്ന് പറയുന്നതിനെ ഇങ്ങനെ ഇങ്ങോട്ടുള്ള എക്സും വൈ എന്ന് പറയുന്ന താപ്പോട്ട്. അപ്പോൾ എക്സും വൈയും അവർക്ക് തിരിച്ചറിയാനൊക്കെ പറ്റാൻ വേണ്ടി കേട്ടോ. ഓക്കെ, ഇനി ഓരോ ഓവറിനെ സൂചിപ്പിക്കുന്ന സ്ഥാനത്തോ ഒരു ഓവറിൽ കിട്ടിയ റണ്ണിനെ സൂചിപ്പിക്കുന്ന സംഖ്യയുടെ ഉയരത്തിൽ ചതുരം വരച്ചിരിക്കുന്നു. ചതുരങ്ങൾക്കെല്ലാം ഒരേ വീതി കൊടുക്കണം. ഇവിടെ നമ്മൾ ചതുരങ്ങൾ കൊടുക്കുമ്പോൾ വീതിയെല്ലാം ഒരേ രീതിയിൽ കൊടുക്കണം കേട്ടോ. ചില കുട്ടികളുടെ ഗ്രാഫ് കണ്ട് ഇങ്ങനെ വരച്ചിട്ട് ഇത് ഇച്ചിരി വീർത്തിരിക്കുന്നതാണ്, ചിലത് കാണാൻ കുഞ്ഞത് ഇങ്ങനെ ഇരിക്കുന്നതാണ്
കേട്ടോ. ചിലത് ഇങ്ങനെ വന്നിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇതൊക്കെ വരച്ചാൽ തെറ്റാണ്. ഗ്രാഫ് എപ്പോഴും എന്താ, ഇതൊക്കെ തെറ്റാണ്. ഗ്രാഫ് എപ്പോഴും ഒരേ എന്താ വീതി, നീളം കൂടുതലും കുറവും നമ്മുടെ മെഷറിൻ്റെ അനുസരിച്ച് മാറും. പക്ഷേ വീതി എപ്പോഴും കറക്റ്റായിട്ട് വരയ്ക്കണം കേട്ടോ. പട്ടികയിൽ നിന്നും കിട്ടുന്ന വിവരങ്ങളും ചിത്രങ്ങളും ഒക്കെ എന്താ മറ്റേ ഇപ്പം നമ്മളാ ചെയ്ത കണക്കിനെ കുറിച്ചാണ്. ഇനി രണ്ടാമത് ബാറ്റ് ചെയ്ത ആരാ? രണ്ടാമത് ബാറ്റ് ചെയ്തത് ഇന്ത്യക്കാരാണ്. ഇന്ത്യക്കാരുടെ അതുപോലെ അവർ വരച്ചിട്ടുണ്ട്. നോക്കൂ നിങ്ങളെ, ഇവിടെ ഇന്ത്യക്കാർക്ക് ഓവർ റൺസാണ് മുമ്പ് നമ്മൾ പറഞ്ഞതാണ്. ഇന്ത്യക്കാരിൽ 11ാമത്തെ ഓവറിൽ അവരെത്ര അടിച്ചു? 20 റൺസ് 11ാമത്തെ ഓവറിൽ കിട്ടി. 8ാമത്തെ ഓവറിൽ 16 കിട്ടി. അപ്പോൾ ഏറ്റവും കുറവ് എവിടെ ആവും ഞങ്ങളെ? 13ാമത്തെ ഓവറിൽ അവരെത്ര? 3 കിട്ടി അല്ലേ? 14, 15 13, 14, 15 ഓവറിൽ അവർക്ക് 3 റൺസ് വീതമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കാം? ഏറ്റവും കൂടുതലും കുറവും നിങ്ങൾക്ക് ഈ ഗ്രാഫിൽ നിന്നും കണ്ടാൽ മനസ്സിലാകത്തില്ലേ നിങ്ങളെ? അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി 19ാം ഓവറിൽ തന്നെ ഇന്ത്യ ജയിച്ചതിനാലാണ് ഇവിടെ നോക്കണേ, അത് പറഞ്ഞില്ല. ഇവിടെ നോക്കിയേ 19 വരെ കൊടുത്തുള്ളൂ. എന്തുകൊണ്ടാണ് 20 അവർ കൊടുക്കാഞ്ഞത്? നോക്കിയേ 18, 19 മറ്റേതിൽ 20 വരെ കൊടുത്തില്ലേ? അതായത് ഇങ്ങോട്ട് കൊടുക്കാഞ്ഞ എന്തുകൊണ്ടാണെന്നറിയോ? 19ാമത്തെ ഓവർ ആയപ്പോഴത്തേക്ക് അവർ കളി ജയിച്ചു കഴിഞ്ഞു കേട്ടോ. കാരണം ഫസ്റ്റ് കളി ആരായിരുന്നു? നമ്മുടെ ഇംഗ്ലണ്ടായിരുന്നു. ഇംഗ്ലണ്ടാണോ? ഫസ്റ്റ് കളി ഇംഗ്ലണ്ടായിരുന്നു. അപ്പോൾ അവരെക്കാൾ 1 റൺസ് കൂടുതൽ എടുക്കുക എന്നുള്ളതാണ് അടുത്ത കളിക്കുന്നവർ അല്ലേ? അവരെക്കാൾ 1 റൺസ് കൂടി കൂടുതൽ എടുക്കുക എന്നുള്ള, നമ്മുടെ ഇന്ത്യക്കാർക്ക് 1 റൺസ് കൂടെ കൂടുതൽ എടുക്കണം. പക്ഷേ അവരെന്താ 19 ഓവർ ആയപ്പോഴത്തേക്ക് അവർ എന്ത് ചെയ്തു? ജയിച്ചു. അതുകൊണ്ട് പിന്നെ 20ൻ്റെ എഴുതേണ്ട കാര്യമില്ല. ഈ ചിത്രത്തിൽ നിന്ന് തന്നെ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കിക്കോണേ കുഞ്ഞുങ്ങളെ. കണ്ടോ, ഇത് കാണുമ്പോൾ ഏറ്റവും കുറവ് ഏതാണ്, കൂടുതൽ ഏതാണ് കേട്ടോ. അതൊക്കെ നല്ലപോലെ മനസ്സിലാക്കണം. എക്സും വൈയും ഞാൻ ക്ലൂ പറഞ്ഞു തന്നായിരുന്നു. അതൊക്കെ എഴുതാൻ അറിയണം. നിങ്ങളോട് ചോദിക്കുമായിരിക്കും 12ാമത്തെ ഓവറിൽ എത്ര കിട്ടി, 18ാമത്തെ ഓവറിൽ എത്ര കിട്ടി എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ സ്വയമേ എഴുതാൻ അറിയണം കേട്ടോ. എത്രാമത്തെ ഓവറിലാണ് ഏറ്റവും കൂടുതൽ റണ്ണ് കിട്ടിയെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റത്തില്ലേ? 11ാമത്തെ ഓവറിലാണ് അല്ലേ? അത് എത്രയാണ് കുഞ്ഞുങ്ങളെ? 20. അതൊക്കെ നമുക്ക് എഴുതാൻ അറിയണം. അതാണ് നമ്മുടെ ചോദ്യം കേട്ടോ. അങ്ങനെയാണെങ്കിൽ എത്രാമത്തെ ഓവറിലാണ് ഏറ്റവും കുറച്ച് റൺസ് കിട്ടിയത്? അങ്ങനെ ഒരു ചോദ്യമുണ്ട്. എത്രാമത്തെ ഓവറിലാണ് അവർക്ക് ഏറ്റവും കുറച്ച് റൺസ് കിട്ടിയത്? എത്രാമത്തെയാ? 11ാമത്തെ ഓവറിലാണ് അല്ലേ? 11ാമത്തെ ഓവറിലാണ് അവർക്ക് ഏറ്റവും കുറവ് കിട്ടിയത്. അത് നല്ലപോലെ അറിയണേ കുഞ്ഞുങ്ങൾ. എത്രാമത്തെ ഓവറിലാണ് അവർക്ക്? 11ാമത്തെ ഓവറിലാണ് കേട്ടോ. 11ാമത്തെ ഓവറിൽ അവർക്ക് എത്ര? 19 റണ്ണായിരുന്നേ കേട്ടോ. പിന്നെ എത്ര ഓവറിലാണ് 10നേക്കാൾ കൂടുതൽ റൺസ് അവർക്ക് കിട്ടിയത്? 10നേക്കാൾ കൂടുതൽ കിട്ടിയത് എപ്പോഴൊക്കെയാ? 10നേക്കാൾ കൂടുതൽ ഇവിടെ ഏതൊക്കെയാണ് നിങ്ങളെ കിട്ടിയത്? 10നേക്കാൾ കൂടുതൽ നോക്കണേ. ഏതാണ്ട് 10 എന്ന് പറയുന്നത് ഇവിടെ ആണ് അല്ലേ? അതുകൊണ്ട് ഇവിടെ കണ്ടോ, ഇതിനേക്കാൾ കൂടുതൽ കിട്ടിയത് ഏതിനൊക്കെയാ? അവിടെ 4ാമത്തെ ഓവറിലുണ്ട്, പിന്നെ 8ാമത്തെ ഓവർ, പിന്നെ ഇതേതാ 9ാമത്തെ ഓവർ, 10ാമത്തെ ഓവർ, 11ാമത്തെ ഓവർ ഒക്കെ. എന്താ ചോദ്യം മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? 13, 14, 15 ഏറ്റവും കുറവ് കിട്ടുന്നത് ഏതാണെന്ന് ചോദിക്കും കേട്ടോ. ഏറ്റവും കുറവും ഏറ്റവും കൂടുതലും ഒക്കെ നമുക്ക് ഈ പടം കണ്ടാൽ എഴുതാൻ അറിയണം കേട്ടോ. നമ്മളോട് ചോദിച്ചാൽ എന്താ ഇവിടെ എത്രാമത്തെ ഓവറിലാണ് ഏറ്റവും കുറച്ച് കിട്ടിയത്? 11ാമത്തെ ഓവറിലാണ് അവർക്ക് ഏറ്റവും കുറവ് കിട്ടിയത് കേട്ടോ. അതെത്ര? 19. ഇനി എത്ര ഓവറിലാണ് 10നേക്കാൾ കൂടുതൽ കിട്ടിയത്? 10നേക്കാൾ കൂടുതൽ കിട്ടിയത് എത്ര കുഞ്ഞുങ്ങളെ? 5 ഓവറിലാണ് കേട്ടോ. 5ൽ അത് ഏതൊക്കെയാ? 5 ഓവറിൽ 4 മുമ്പ് നമ്മൾ വരച്ചല്ലേ? 8, 9, 10, 11. 4, 8, 9, 10, 11. 4, 8, 9, 4, 8, 9, 10, 11. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഇവിടെ കണ്ടേ 10നേക്കാൾ കൂടുതൽ ഇങ്ങനൊരു വര കൊടുത്തേ. കണ്ടോ, ഈ 10നേക്കാൾ കൂടുതൽ മേളി വന്നിരിക്കുന്ന ആരൊക്കെയാ? 4 ഉണ്ട്, പിന്നെ 8 ഉണ്ട്, പിന്നെ 9 ഉണ്ട്, പിന്നെ 11 ഉണ്ട്, 10 ഉണ്ട്. കണ്ടോ ഏതൊക്കെയാ? ഇനി 10നേക്കാൾ കുറവുള്ളത് ഏതൊക്കെയാ? കണ്ടോ 1, 2, 3, പിന്നെ 6, 7, കണ്ടോ 12, 13, 14, 15, 16, 17, 19. കേട്ടോ, കുറവും കൂടുതലും കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാവുന്ന അതിൻ്റെ ഒരു വിശ്വാസം കേട്ടോ. അതങ്ങ് എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ?
അതുപോലെ തന്നെ ടീമുകളുടെ പ്രകടനം ഒത്തു നോക്കാൻ മുമ്പത്തെ തങ്ങളിൽ ഒന്ന് രണ്ടുപേരുടെയും കൂടെ ഒത്തു നോക്കിയേ. ഏതൊക്കെ ഓവറിലാണ് ഇന്ത്യ ഇംഗ്ലണ്ടിനേക്കാൾ റൺ നേടിയതെന്നൊരു ചോദ്യമുണ്ട് അല്ലേ. ഏതൊക്കെ റൺസിനേക്കാൾ രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ട് പറയാനാ. ഏതൊക്കെ റൺസിനാവും നിങ്ങളെ ഇവിടെ ഏതൊക്കെ ഓവറിലാണ് ഇന്ത്യ ഇംഗ്ലണ്ടിനേക്കാൾ റൺ നേടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ എഴുതാം കുഞ്ഞുങ്ങളെ? 3 നിങ്ങൾ എഴുതിയെടുത്തോണേ. 3, 5, 6, 8. പടം കണ്ടാൽ നിങ്ങൾക്ക് അറിയാം കേട്ടോ. പടം നോക്കണേ. 9, പിന്നെ 10, 11, 19. ഏതൊക്കെ ഓവറിലാണ് ഇന്ത്യ ഇംഗ്ലണ്ടിനേക്കാൾ റൺ നേടിയത്? പടം കാണുമ്പോൾ അറിയത്തില്ലയോ ഇന്ത്യ ഇംഗ്ലണ്ടിനേക്കാൾ കൂടുതൽ കിട്ടിയത് ഏതൊക്കെയാണെന്ന് കേട്ടോ. ഏതൊക്കെ ഓവറിലാണ് രണ്ട് ടീമും ഒരേ റൺ നേടിയതിനകത്തിൽ ഒരുപോലെ ഏതൊക്കെയാണ് നിങ്ങൾ വേണ്ടേ? ഒരേപോലെ കിട്ടിയെന്ന് വെച്ചാൽ ഈ കളർ നോക്കിയാൽ മതി. ഒരേപോലെ ഇരിക്കുന്ന കളർ നോക്കിയാൽ മതി. ഉണ്ടോ ഒരേപോലെ ഇരിക്കുന്ന ഇവിടെ ഏതൊക്കെയാ? ഏതൊക്കെയാണ് ഞാൻ 2 നോക്കണേ നിങ്ങളെ. ഒരേപോലെ കിട്ടിയത് 2. ആ കളർ നോക്കിയാൽ മതി. 2, പിന്നെ 7 ഒരുപോലെ 7, പിന്നെ 12 12 കളർ നോക്കിയാൽ മതി. ഒരേ കളർ രണ്ടും വന്നത്. പിന്നെ നമ്മൾ ടിക്കറ്റായിരുന്നു 15, പിന്നെ 14 ഉണ്ടല്ലോ. 15, 16, 14 ഉണ്ട്, 14 ഉണ്ട്, 15 ഉണ്ട്, 16 ഉണ്ട് കേട്ടോ. ഒരേ രീതിയിൽ നിങ്ങൾക്ക് സംഭവം പിടികിട്ടുന്നുണ്ടോ നിങ്ങളെ? ഇംഗ്ലണ്ടിനേക്കാൾ കൂടുതൽ കിട്ടിയത് ഏതാണ്? നമ്മുടെ ഇന്ത്യയുടെ പച്ച, ഇംഗ്ലണ്ട് ചുമപ്പായിട്ട് വിചാരിച്ച് നോക്കിയാൽ കൂടുതൽ കിട്ടിയത്. അതുപോലെ തന്നെ രണ്ട് ടീമും ഒരേ രീതി കളർ ഒരേപോലെ ഉള്ളത് ഏതാന്ന് നോക്കിയാൽ കളർ ഒരേപോലെ ഉള്ളത് നോക്കിയാൽ മതി. അത് പിന്നെ ആദ്യത്തെ 10 ഓവറിനേക്കാൾ കൂടുതൽ റൺ നേടിയത് ഏത് ടീമാണ്? ഏതാ കുഞ്ഞുങ്ങളെ? 10 ഓവറിനേക്കാൾ കൂടുതൽ റൺസ് നേടിയത് നമ്മുടെ ഇന്ത്യ അല്ലേ. 10നേക്കാൾ കൂടുതൽ ആരാ? ഇന്ത്യ. പച്ച കണ്ടോ? പച്ചക്ക് എത്ര കണ്ടോ? ഇതിനേക്കാൾ ഏറ്റവും കൂടുതൽ ഉണ്ടോ? ഇത് ഇത്രയേ ഉള്ളൂ കണ്ടോ. മറ്റേത് കണ്ടോ? അപ്പോൾ ആരാ? ഇന്ത്യയാണ്. ഇതൊക്കെ അങ്ങ് എഴുതിയെടുക്കണേ കേട്ടോ. ഇന്ത്യ, INDIA ആണ് ഇന്ത്യ. ഓക്കെ ആണോ? എക്സസൈസിലും കുറേ ചോദ്യമുണ്ട്. ഇതുപോലൊരു ബാർ ഗ്രൗണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ ഒരു കമ്പനി നിർമ്മിച്ച കാറുകളുടെ എണ്ണമാണ് ചുവടെ ചിത്രീകരിക്കുന്നത്. അവിടുത്തെ വർഷം കൊടുത്തിട്ടുണ്ട്, കാറുകളും കൊടുത്തിട്ടുണ്ട്, വർഷവും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ടെസ്റ്റിൽ ഓൾറെഡി ചോദ്യം തന്നിട്ടുണ്ടോ നിങ്ങൾ? ഇംഗ്ലീഷ് മീഡിയക്കാർ നോക്കണേ കേട്ടോ. അതായത് ഏറ്റവും കൂടുതൽ, ഒരു മിനിറ്റ്, എൻ്റെ ഇംഗ്ലീഷ് നോക്കൂ നിങ്ങളെ. കാറിൻ്റെ ആണല്ലേ. ഫസ്റ്റ് ചോദ്യം എന്താണ്? ഇൻ വിച്ച് ഇയർ വാസ് ദ മോസ്റ്റ് നമ്പർ ഓഫ് കാർ മെയ്ഡ്? ഹൗ മെനി കാർ വെയർ മാനുഫാക്ചേഴ്സ് എന്ന് വെച്ചാൽ എന്താവും നിങ്ങളെ? ഏറ്റവും കൂടുതൽ കാറുകൾ നിർമ്മിച്ചത് ഏത് വർഷമാണ്? ഇവിടെ ഏറ്റവും കൂടുതൽ നിർമ്മിച്ച ഏതാ? 2019. നോക്കിയേ, ഏറ്റവും കൂടുതൽ 2019 2019 അല്ലേ. പിന്നെ ചോദിച്ചാൽ എന്താ? എത്ര കാറുകളാണ് അവർ നിർമ്മിച്ചത്? ഇവിടെ കൊടുത്തിട്ടുണ്ട് 14,500. എത്ര എണ്ണം വന്നു? വണ്ടി ടോപ്പ് നോക്കിയാൽ മതി. എത്ര? 14,500. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ഈ പടം കണ്ടാൽ നമുക്ക് എഴുതാൻ പറ്റും കുഞ്ഞുങ്ങളെ കേട്ടോ. അടുത്ത ഏറ്റവും കുറവ് ഒന്നുമായിട്ട് കിടക്കുന്നത് 2020 ഇല്ലയോ? ഇടിവെട്ട് താഴ്ചയായിരുന്നു അല്ലേ 2020. അവർ എന്താ 10,500 മാത്രമേ അവർ വിറ്റുള്ളൂ. 10,500 മാത്രമേ അവർ വിറ്റുള്ളൂ. പിടികിട്ടുന്നുണ്ടോ നിങ്ങളെ? 2018 എത്ര കുറവാണ് 2023 നിർമ്മിച്ച കാറുകൾ? 2018 എന്ത് ചെയ്യും നിങ്ങളെ? 2018 എത്ര കുറവാണ് 2023? 2018 ആയപ്പം 13,000 ആയിരുന്നു. 2023 ആയപ്പോഴത്തേക്ക് അത് 12,500 അല്ലേ. അപ്പോൾ എത്രൻ്റെയാ? ഒരു പിന്നെ 12,500 അപ്പോൾ ഒരു 500 കുറവ് വന്നല്ലേ അല്ലയോ നിങ്ങളെ? ഇവിടെ എത്ര? 12,500 ഇവിടെ. 13,000. അപ്പോൾ ഒരു 500 കുറവാണ് അവിടെ വന്നത്. മനസ്സിലായോ? 2005 500 കുറവാണ് അവിടെ വന്നത്. എത്രൻ്റെ കുറവാണ് വന്നതെന്ന്? എത്ര? 500 കുറവാണ് വന്നത്. മനസ്സിലായോ? പിന്നെന്താ ചോദിച്ചത്? ഓക്കെ, അതത്രയല്ലേ ഉള്ളൂ. നിർമ്മിച്ച കാറുകളുടെ എണ്ണം എത്ര കുറവാണ്, എത്ര എണ്ണമായിരുന്നു അല്ലേ. അപ്പോൾ ഒരു 2,500 കേട്ടോ. എത്ര എണ്ണം? 2 ചോദ്യം അതിനകത്തിലുണ്ട് അല്ലേ. 2,500 കാറുകളാണ് ഇവിടെ. ചോദ്യം ഇവിടെ തന്നെ കിടപ്പുണ്ട് കുഞ്ഞുങ്ങളെ. അതിൽ ഈ പടം നോക്കിയാൽ നിങ്ങൾക്ക് എഴുതാവുന്ന കാര്യമുള്ളൂ. ഇത് തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കണമെന്നൊന്നുമില്ല. ഇതിൽ തന്നെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കി വേണം എഴുതാൻ കേട്ടോ.
മനസ്സിലായോ? അല്ലാതെ ഇത് കാണാതെ പഠിച്ചുകൊണ്ടോ ഒന്നും കാര്യമില്ല. ഇത് മനസ്സിലാക്കുക, ഏറ്റവും കൂടുതൽ ഇത് കാണുമ്പോഴറിയാം ഏറ്റവും കൂടുതൽ ഇതാണ്, ഏറ്റവും കുറവ് ഇവിടാണ് അല്ലേ. അപ്പം എന്താ ഇവിടെ നോക്കിയേ, 2018 എത്ര കുറവാണ് 2023 വന്നത്. ഇവിടെ 13,000, ഇവിടെ 12,500 13,000 നിന്ന് 12,500 പോയാൽ ബാക്കി എത്ര, പിന്നെ 500. മനസ്സിലായോ? 500 അവിടുത്തെ കുറവ്, ലെസ് വന്നത്. അപ്പോൾ എത്ര, 13,000 നിന്ന് 12,500 കുറയ്ക്കേണ്ടത് കേട്ടോ. അത് ഓർത്തോണേ, 500 വരുന്നത് കേട്ടോ. ഇതൊക്കെ നല്ലപോലെ അറിയണേ കുഞ്ഞുങ്ങളെ. ഇനി നോക്കിയേ, ഒരു വർഷം ഒരു വീട്ടിൽ ഉപയോഗിച്ച വൈദ്യുതിയുടെ അളവാണ് ചുവടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. നോക്കിയേ, കണ്ടോ, ജനുവരിയിൽ 310 രൂപയുടെ കറണ്ട്, മാർച്ചിൽ 340 രൂപയുടെ കറണ്ട്, മെയ്യിൽ 330 രൂപയുടെ കറണ്ട്, ജൂലൈ ഓഗസ്റ്റ് ആയപ്പോഴത്തേക്ക് അവർക്ക് 300. മാസവും കൊടുത്തിട്ടുണ്ട്, എത്ര രൂപയാണെന്നും ബില്ല് യൂണിറ്റ് അവിടെ പറയുന്നുണ്ട്. കണ്ടോ, മാസവും തന്നിട്ടുണ്ട്, യൂണിറ്റും നമ്മുടെ ഓൾറെഡി തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം എഴുതുക എന്നുള്ളതേ ഉള്ളൂ. ഫസ്റ്റ് എന്താ, ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗിച്ചത് ഏത് മാസമാണ്? ഏറ്റവും കൂടുതൽ ഇതിനകത്ത് കാണുമ്പോഴേ അറിയാതാ, മാർച്ച് ഏപ്രിൽ കാണുമ്പോഴേ അറിയാം. എന്താ നിങ്ങളെ, ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗിച്ചത് ഏത് മാസമാണോ? ഏതൊക്കെയാണ് നിങ്ങളെ, ഏതൊക്കെയാ ഏറ്റവും കൂടുതലാണെന്ന് അറിയുന്നത് എങ്ങനെയാ? ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് ഏതാ, മാർച്ച് ഏപ്രിൽ അല്ലേ. നോക്കൂ നിങ്ങളെ, ഏതൊക്കെയാ, മാർച്ച് ഏപ്രിലാട്ടോ, മാർച്ച് ഏപ്രിൽ. ഏറ്റവും കുറവ് ഏത് മാസങ്ങളിലാണ്? സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബറിലാണോ? സെപ്റ്റംബർ ഏറ്റവും കുറവ്. നോക്കിയോ നിങ്ങൾ, ഏതാണ്ട് ഈ 2 മാസവും ഒരേപോലെയാണ് കണ്ടോ, ഈ 2 മാസവും ഒരേപോലെയാണ് കേട്ടോ, 2 കണ്ടോ. അപ്പോൾ ഏതാണ് ആ 4 മാസവും? ഏതൊക്കെയാ? സെപ്റ്റംബർ ഏറ്റവും കുറവ്, സെപ്റ്റംബർ, പിന്നെ ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഈ 3 മാസവും എന്താ, വളരെ കുറച്ച് മാത്രമേ അവരെടുത്തുള്ളൂ. ഏറ്റവും കൂടുതലും ഏറ്റവും കുറവും തമ്മിൽ എത്ര യൂണിറ്റിൻ്റെ വ്യത്യാസമുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതലും ഏറ്റവും കുറവും തമ്മിൽ ഒരു 50 യൂണിറ്റിൻ്റെ വ്യത്യാസമുണ്ട്. കുറച്ച് നോക്കണേ കുഞ്ഞുങ്ങൾ കേട്ടോ, 50 യൂണിറ്റ്. ഒത്തിരി ലെങ്ത് ആവുന്ന വീഡിയോ, അതുകൊണ്ടാണ് 50 ഒരേ അളവ് വൈദ്യുതി ഉപയോഗിച്ച മാസങ്ങളോ? ഒരേ അളവ് ഉപയോഗിച്ചത് ഏതൊക്കെയാ? ഒരേ അളവ് അതാ പടത്തിൽ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാ ഒരേ അളവ് ഉപയോഗിച്ചത്? നമ്മളിപ്പോൾ പറഞ്ഞില്ല, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബറിൽ അവരെന്താ 4 മാസം ഒരേ അളവിലായിരുന്നു അവർ കറണ്ട് എടുത്തത് അല്ലേ. പിന്നെ ഈ വർഷം എത്ര യൂണിറ്റ് വൈദ്യുതി ഉപയോഗിച്ചത്? ഈ വർഷം എന്ന് വെച്ചാൽ ഏതാ കുഞ്ഞുങ്ങളെ, ഏതാ ലാസ്റ്റിൽ ഏതൊക്കെയാ, എത്ര യൂണിറ്റ് വൈദ്യുതിയാണ് ഉപയോഗിച്ചെന്നായി? ഈ വർഷം ആകെ എത്ര യൂണിറ്റ് എന്ന് അല്ലേ, ആകെ എത്ര യൂണിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം കൂടി കൂട്ടുക എന്ന് കേട്ടോ. മൊത്തം കൂടി യൂണിറ്റുകൾ മൊത്തവും കൂടെ കൂട്ടുമ്പോൾ കേട്ടോ എത്ര കിട്ടുന്നു? 1860 യൂണിറ്റാണ്. മൊത്തം കൂടെ കൂട്ടണേ കേട്ടോ. ഓക്കെ ആണോ നിങ്ങളെ? ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഏത് ക്ലാസ്സിലാണ് പെൺകുട്ടികളെക്കാൾ കൂടുതൽ ആൺകുട്ടികളുള്ളത്? ഇവിടെ നോക്കിക്കേ, പെൺകുട്ടികളും ആൺകുട്ടികളുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ഇവിടെ ആൺകുട്ടികൾ എന്ന് വെച്ചാൽ അതാണ്ട് ഈ കളറും, പെൺകുട്ടികൾ എന്ന് വെച്ചാൽ ഈ കളറുമാണ്. നോക്കിയേ, പെൺകുട്ടികളെക്കാൾ പെണ്ണെന്ന് വെച്ചാൽ ഇതല്ലേ, പെൺകുട്ടികളെക്കാൾ കൂടുതൽ ഏതാ നിങ്ങളെ? പെൺകുട്ടികളെക്കാൾ കൂടുതൽ ഏതാ? 3-ാം ക്ലാസ്സിലാണെന്നാണ് പറയുന്നത്. 3-ാം ക്ലാസ് വേണ്ടേ, 3-ാം ക്ലാസ്സേ, 3rd ക്ലാസ്. എത്ര? 5 പേര്, 5. പിന്നെ രണ്ടാമത്തത് വ്യത്യാസം എത്ര? 1-ാം ക്ലാസ്സിലാണ് വ്യത്യാസം വന്നത്. 1-ാം ക്ലാസ്സിലാണ് ഏറ്റവും കുറവ് വന്നതോ? 2, 3 ക്ലാസ്സിലാണ് ഏറ്റവും കുറവ് വന്നത്. ചോദ്യം വായിച്ച് നോക്കണേ എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ. ഇതൊരുപാട് ലെങ്ത് വീഡിയോ ആയതുകൊണ്ട് ഞാൻ ആൻസർ അങ്ങ് എഴുതി കാണിക്കുക. ഈ ക്ലാസ്സുകളിലെല്ലാം കൂടി എത്ര പെൺകുട്ടികളുണ്ടെന്ന് ചോദിച്ചാലോ, നമ്മൾ ടോട്ടൽ എടുക്കണം കേട്ടോ. എത്ര പെൺകുട്ടികളുണ്ട്? 605 പെൺകുട്ടികളാണ് കേട്ടോ, ഗേൾസ്. 605 ഗേൾസ്. ആകെ എത്ര കുട്ടികളുണ്ടെന്ന് ചോദിച്ചാലോ, മൊത്തം കൂടി കൂട്ടണം കേട്ടോ, 1130 കുട്ടികളുണ്ട്. ഈ മൊത്തോടെ കൂട്ടുമെന്ന് വെച്ചാൽ 45 ഇവിടെ, പിന്നെ 65, 45 + 65 + 60 + 65 + 75. ഇതാണ് 75 + 70 +
55 പ്ലസ് കണ്ട അങ്ങനെയുള്ള ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര വരും? 1130 കുട്ടികൾ വരും. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങൾ കേട്ടോ. ഇത് 2 പാർട്ടായിട്ട് ഞാൻ ഇടണമെന്ന് വിചാരിച്ചതാ. ഞാൻ ആദ്യം ഈ പാഠം ഇടുന്നില്ലെന്ന് വിചാരിച്ചാൽ, കാരണം എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ്, എല്ലാവർക്കും കണ്ടാൽ മനസ്സിലാവുന്ന ഒരു ചാപ്റ്ററാണ്, ഇടുന്നില്ലെന്ന് വിചാരിച്ച കുഞ്ഞുങ്ങളെ. അപ്പോൾ ഞാൻ ഇന്ന് 3-4 കമൻറ്റ് കണ്ടായിരുന്നു, ഇതൊന്ന് ഇട്ട് തരണ്ടേ കേട്ടോ. അതുകൊണ്ടാണ്. ഓക്കെ കുഞ്ഞുങ്ങളെ, മനസ്സിലായെങ്കിൽ മനസ്സിലായെന്ന് പറയണേ. ഒരു ഇച്ചിരി സ്പീഡ് കൂടുതലായിരുന്നു, കാരണം ഇതെല്ലാവർക്കും അറിയാവുന്നതായതുകൊണ്ടാണ് ഞാൻ കൂടുതൽ അങ്ങ്, കാരണം എല്ലാം അത് ഇപ്പോൾ ഒരു പടം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഇതിൽ ഏതാ കൂടുതൽ ഏതാ കുറവെന്ന് കണ്ടാൽ തിരിച്ചറിയാൻ അല്ലേ? കണ്ണുള്ളവർക്കെല്ലാം ഇത് കണ്ടാൽ തിരിച്ചറിയാവുന്ന അല്ലേ? അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, അപ്പോൾ താങ്ക് യു. നമ്മുടെ 5ാം ക്ലാസ്സിൻ്റെ മാത്സിൻ്റെ എല്ലാ പാഠവും ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ എക്സാമിൻ്റെ കുറേ മോഡൽ ക്വസ്റ്റ്യൻ നമുക്ക് തയ്യാറാക്കണം കേട്ടോ, ഇടുന്നുണ്ടേ. ഓക്കെ.